ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മളിന്ന് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് കേട്ടോ, സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രിക് സർക്യൂട്ട് എന്താണെന്ന് പറഞ്ഞു. എങ്ങനെ ഇലക്ട്രിക് സർക്യൂട്ടിലെ ഡിഫറെൻറ്റ് കമ്പൗണ്ട്സിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ സർക്യൂട്ട് സിമ്പിൾസിനെ പറ്റി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓപ്പൺ സർക്യൂട്ട് എന്താണെന്ന് പറഞ്ഞു. എഗെയിൻ ക്ലോസ്ഡ് സർക്യൂട്ട് എന്താണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ സർക്യൂട്ടിനെ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയും. ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ സർക്യൂട്ടിനെ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, നമ്മൾ തുടങ്ങിയ ഇലക്ട്രിസിറ്റി വെച്ചിട്ടായിരുന്നു അല്ലേ. ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ചാർജ്. ഒരു ചാർജിൻ്റെ ബിഹേവിയറിനെ പറ്റിയും അതിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയും എല്ലാം സ്റ്റഡി ചെയ്യുന്ന ഫിസിക്സിലെ ബ്രാഞ്ചാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയും ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വൺ ഓഫ് ദി വൈഡസ്റ്റ് യൂസ്ഡ് ഫോം ഓഫ് എനർജി. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു എനർജി ഫോമാണ് ആക്ച്വലി ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ യൂസ് ചെയ്യുന്ന മിക്കവാറും എല്ലാ ഗാഡ്ജറ്റുകളും വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജിയെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് അതിൻ്റെ കണ്ടിന്യൂഷൻ, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ പോകുന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്തിനെ പറ്റിയായിരുന്നു പറഞ്ഞത് അല്ലേ. ദ പാത്ത് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം വൺ ടെർമിനൽ ഓഫ് എ സെൽ ആൻഡ് റിട്ടേണിംഗ് ടു ദ അതർ ടെർമിനൽ ഈസ് കാൾഡ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞു. കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്തിനെ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് നമ്മൾ ചെറുതായ രീതിയിൽ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അല്ലേ. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് മീൻസ് ഫ്ലോ. നമ്മൾ ഫ്ലോ ആണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് വാട്ടറാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ വാട്ടർ കറണ്ട് എന്ന് പറയും അല്ലേ. എയർ ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിലോ എയർ കറണ്ട് എന്ന് പറയും. അപ്പോൾ എനിക്ക് വേണ്ടി ഇലക്ട്രിക് കറണ്ടാണ്. അപ്പോൾ ആരാ ഫ്ലോ ചെയ്യുക? ഇലക്ട്രിക് ചാർജ് ആണ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് ചാർജിൻ്റെ ഫ്ലോയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് ചാർജിൻ്റെ ഫ്ലോ ആണ് എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇലക്ട്രിക് കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ, ഹൗ ക്യാൻ യു ഡിഫൈൻ ഇലക്ട്രിക് കറണ്ട്? അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ചാർജ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് ഓഫ് എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം. ഒരു ഗിവൺ ടൈമിൽ ഒരു കണ്ടക്ടറിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്തു പോകുന്ന ചാർജിൻ്റെ എമൗണ്ടിനാണ് ഇത് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഒരു ഗിവൺ ടൈമിൽ പാസ് ചെയ്തു പോകുന്ന ചാർജിൻ്റെ എമൗണ്ടിന് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയും. നമ്മൾ ടൈമുമായി റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ അതിനെ റേറ്റ് ഓഫ് ചേഞ്ച് എന്നാണ് പറയുക. സോ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ എ കണ്ടക്ടർ ഈസ് കാൾഡ് ഇലക്ട്രിക് കറണ്ട്. ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ എ കണ്ടക്ടർ ഈസ് കാൾഡ് ഇലക്ട്രിക് കറണ്ട്. Rate of flow of charge is called electric current. ഒരു കണ്ടക്ടറിൻ്റെ ഒരു ഗിവൺ പോയിന്റിലൂടെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഗിവൺ ടൈമിൽ പാസ് ചെയ്തു പോകുന്ന ചാർജിൻ്റെ എമൗണ്ടിന് എന്ത് പറയാൻ പറ്റും? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാൻ പറ്റും. സപ്പോസ് ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് ഒരു ടി സെക്കൻഡ് സമയം കൊണ്ട് ഒരു കണ്ടക്ടറിനകത്തോടെ പാസ് ചെയ്തു പോകുന്ന വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് I is equal to Q divided by T എന്നാണ്. I is equal to Q divided by T. കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡ് ബൈ ടൈം. കറണ്ട് ഒരു സ്റ്റഡി കറണ്ട് ആണെങ്കിൽ, ഒരു യൂണിഫോം കറണ്ട് ആണെങ്കിൽ, എന്ത് സ്റ്റഡി കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരേ റേറ്റിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഇപ്പോൾ ഒരു സ്റ്റഡി കറണ്ട് ആണെങ്കിൽ I is equal to Q divided by T എന്ന് എഴുതാം. ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എനി പോയിന്റ് ഓഫ് എ കണ്ടക്ടർ, or it is a rate of flow of charge. Pi is equal to Q divided by T. ഈ Q എന്ന് പറയുന്നത് അവിടുത്തെ ടോട്ടൽ ചാർജും T എന്ന് പറഞ്ഞാൽ ആ ചാർജ് ഫ്ലോ ചെയ്യുന്ന ടൈമുമാണ്. I വെച്ചാണ് നമ്മൾ കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ Q എന്ന് പറയുന്നത് ചാർജ് മെഷർ ചെയ്യുന്നത് കൂളോം എന്നുള്ള യൂണിറ്റിലാണ്. SI യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളോംബ്. അപ്പോൾ ചാർജ് മെഷർ ചെയ്യുന്നത് കൂളോംബ്, COULOMB, കൂളോംബ്. സിമ്പിൾ C ആണ് കേട്ടോ. C എന്നുള്ള യൂണിറ്റ് ഉപയോഗിച്ചാണ്. അഗൈൻ ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡിലാണ്. സെക്കൻഡ് എസ് വെച്ചാൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ചാർജ് ബൈ ടൈം. അപ്പോൾ കുളോം പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ കുളോം പെർ സെക്കൻഡ് ഓർ കുളോം സെക്കൻഡ് റൈസ് ടു -1 എഴുതാം. ഇതാണ് ചാർജിൻ്റെ യൂണിറ്റ്. നമ്മളതിന് സിംഗിൾ വേർഡിൽ നമ്മളതിനെ ആംബിയർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ആംബിയർ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് കേട്ടോ. ആ സയൻറ്റിസ്റ്റിലുള്ള റെസ്പെക്റ്റ് കാരണം നമ്മൾ ആ സയൻറ്റിസ്റ്റിൻ്റെ നെയിം ഉപയോഗിച്ചാണ് ഇലക്ട്രിക് കറണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിംപ്ലി SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ആംബിയർ, AM
PERE ആംബിയർ, സിമ്പിൾ ക്യാപിറ്റൽ എ ആണ് അല്ലേ. 1 ആംബിയർ, 2 ആംബിയർ, 3 ആംബിയർ എന്ന് കേട്ടില്ലേ. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യുന്ന SI യൂണിറ്റ് ആംബിയർ ആണ്, അല്ലെങ്കിൽ കുളോം പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ കുളോം സെക്കൻഡ് റൈസ് ടു -1 ആണ്. അപ്പോൾ ഈ കുളോം പെർ സെക്കൻഡ് നമ്മൾ എന്ത് പറയുന്നു, ഒരു സിംഗിൾ വേർഡാക്കി നമ്മൾ ആംബിയർ എന്ന് പറയുന്നു. ഒരു സയൻറ്റിസ്റ്റ് പേരാണ് അത്. SI യൂണിറ്റ് ആംബിയർ, സിമ്പിൾ ക്യാപിറ്റൽ എ ആണ്. ഓക്കെ അല്ലേ. ഇനി എപ്പോഴാണ് കറണ്ട് 1 ആംബിയർ ആവുക? കറണ്ട് I = 1 ആംബിയർ കിട്ടുന്നത് എപ്പോഴായിരിക്കും 1 ആംബിയർ കിട്ടുക? ഇപ്പോൾ ഇവിടെ നോക്കൂ, ചാർജ് Q അല്ലേ. ആ Q = 1 കുളോമ്പും T = 1 സെക്കൻഡും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കറണ്ട് I = Q/T = 1 കുളം / 1 സെക്കൻഡ് = 1 ആംബിയർ എന്ന് കിട്ടില്ലേ. അപ്പോൾ ഇപ്പോഴാണ് കറണ്ട് 1 ആംബിയർ കിട്ടുന്നത്. വെൻ 1 coulomb current flows through a conductor in 1 second, then the current flowing through the conductor is 1 ampere. ഒരു സെക്കൻഡ് സമയത്തേക്ക് ഒരു കണ്ടക്ടറിലൂടെ 1 ആംബിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, ഒരു സെക്കൻഡ് സമയത്തേക്ക് ഒരു കണ്ടക്ടറിലൂടെ 1 കുളോം ചാർജാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്തായിരിക്കും? അവിടെ 1 ആംബിയർ കറണ്ട് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ. അപ്പോൾ 1 ആംബിയർ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 6.25 into 10⁻18 ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? പെർ സെക്കൻഡ് ഒരു കണ്ടക്ടറിനകത്തോട് ഫ്ലോ ചെയ്യണം. അപ്പോൾ 1 ആംബിയർ കറണ്ട് കിട്ടണമെങ്കിൽ ഓൾമോസ്റ്റ് 6.25 into 10⁻18 ഇലക്ട്രോൺസ് പെർ സെക്കൻഡ് ഒരു കണ്ടക്ടറിനകത്തോട് ഫ്ലോ ചെയ്യണം. ഒരു സെക്കൻഡ് സമയം ഒരു കണ്ടക്ടറിൻ്റെ ഒരു ഗിവൺ പോയിന്റിലൂടെ ഇത്രയും ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് 1 ആംബിയർ കറണ്ട് കിട്ടും. നമുക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? നമുക്കറിയാം ചാർജ് അല്ലേ. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും ബേസിക് ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നറിയാം അല്ലേ. ഏതാ ബേസിക് ചാർജ്? ചാർജ് ഓൺ ആൻ ഇലക്ട്രോൺ, അതിൻ്റെ വാല്യൂ 1.6 × 10⁻⁻19 അല്ലേ. അപ്പോൾ ടോട്ടൽ ചാർജിന് Q = N × E എന്ന് എഴുതാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണത്. അപ്പോൾ അങ്ങനെ കറണ്ട് I = Q/T അല്ലേ. അപ്പോൾ I = ഈ Qന് പകരം NE എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ I = NE/T. ഇതാണ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. Qന് പകരം NE എന്ന് കൊടുത്തു. ഇനി ഇവിടെ നോക്കൂ, ഇനി എനിക്ക് വേണ്ടത് 1 ആംബിയർ കറണ്ടാണ് അല്ലേ. ഈ 1 ആംബിയർ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വേണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ N ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ അറിയാവുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? നമുക്ക് വേണ്ട കറണ്ട് I = 1 ആംബിയർ ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് അറിയാം, ബേസിക് ചാർജ് 1.6 × 10⁻19 കുളോംബ് ആണ്. ടൈം T = 1 സെക്കൻഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് എന്നെ കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ നോക്കിക്കോളൂ, 1 = N × 1.6 × 10⁻19 ഹോൾ ഡിവൈഡ് ബൈ ടിയുടെ വാല്യൂ 1. സോ N = എത്ര എന്നിൻ്റെ വാല്യൂ വരിക? 1 ഡിവൈഡ് ബൈ 1.6 × 10⁻19 = 6.25 × 10⁻18. അത്രയും ഇലക്ട്രോൺസ് കിട്ടും. ഇലക്ട്രോൺസ് ഓക്കെ അല്ല. അപ്പോൾ ഒരു സെക്കൻഡിൽ ഇത്രയും ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് എത്ര കറണ്ട് കിട്ടും? നമുക്ക് 1 ആംബിയർ കറണ്ട് കിട്ടും. അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ ഒരു ഗിവൺ ക്രോസ് സെക്ഷനിലൂടെ ഒരു സെക്കൻഡിൽ 1 കുളോം ചാർജാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആംബിയർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ 1 കുളോം ചാർജ് ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യണമെങ്കിൽ പെർ സെക്കൻഡ് എത്ര ഇലക്ട്രോൺസ് അവിടെ ഫ്ലോ ചെയ്യണം? 6.25 × 10⁻18 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണം. സോ 1 ആംബിയർ കറണ്ട് കിട്ടണമെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ ഗിവൺ ക്രോസ് സെക്ഷനിലൂടെ ഒരു സെക്കൻഡ് സമയത്തേക്ക് എത്ര ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണം? 6.25 × 10⁻18 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യേണ്ടി വരും പെർ സെക്കൻഡ്, ഒരു സെക്കൻഡ് സമയത്തേക്ക്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് കാൾഡ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ദെൻ ഹൗ ക്യാൻ യു ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്? ഇവിടെ നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് കൂളോംബ്. സിമ്പൽ C ആണ്. 1 കൂളോംബ് ഈസ് ഈക്വൽ ടു ചാർജ് ഓഫ് 6 × 10⁻18 ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു കൂളോംബ് എന്ന് പറഞ്ഞാൽ 6 × 10⁻18, അതായത് 6.25 × 10⁻18, അതാണ് കറക്റ്റ് എക്സാക്റ്റ് വാല്യൂ. അത്രയും ഇലക്ട്രോൺസിൻ്റെ ചാർജ് ആണ് കേട്ടോ. ദെൻ ഇസ് റൗണ്ട് ചെയ്തൊരു വാല്യൂ ചെയ്തിരിക്കുന്നത്, റൗണ്ട് ചെയ്ത വാല്യൂ അല്ല, എക്സാക്റ്റ് വാല്യൂ എത്രയാണ്? 6.25 × 10⁻18 കേട്ടോ. ഓക്കെ.
An electron possesses a negative charge of 1.6 into 10 raised to minus 19 coulomb. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആണ്. എത്രയത്? 1.6 into 10 raised to minus 19 ആണ്. The SI unit of electric current is ampere. ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംപിയർ ആണ്. സിമ്പിൾ ക്യാപിറ്റൽ A ആണ്. If 1 ampere is constituted by the flow of 1 coulomb of charge per second. ശരിയല്ലേ? 1 ampere വേണമെങ്കിൽ പെർ സെക്കൻഡ് എത്ര ചാർജ് ഫ്ലോ ചെയ്യണം? 1 coulomb ചാർജ് ഫ്ലോ ചെയ്യണം. ശരിയല്ലേ? അങ്ങനെ 1 coulomb ചാർജ് പെർ സെക്കൻഡ് ഫ്ലോ ചെയ്യുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും? 6.25 into 10 raised to 80 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് കറണ്ട് ആർ എക്സ്പ്രസ് ഇൻ മില്ലി ആംപിയർ ആൻഡ് മൈക്രോ ആംപിയർ. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആംപിയർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സ്മോൾ കറണ്ടുകൾ മെഷർ ചെയ്യേണ്ടി വരും. വളരെ ചെറിയ എമൗണ്ട് ഓഫ് കറണ്ട് മെഷർ ചെയ്യേണ്ടി വരും. അപ്പോൾ വളരെ ചെറിയ കറണ്ടുകളാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മില്ലി ആംപിയറും അതിൽ മൈക്രോ ആംപിയറൊക്കെ യൂസ് ചെയ്യും. മില്ലി ആംപിയറിന് MA എന്ന് എഴുതാം കേട്ടോ. മില്ലി ആംപിയറും അതുപോലെ മൈക്രോ ആംപിയറും എല്ലാം യൂസ് ചെയ്യും. അപ്പോൾ സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി മില്ലി ആംപിയറും അതുപോലെ മൈക്രോ ആംപിയർ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ. മൈക്രോ ആംപിയർ യൂസ് ചെയ്യും. അപ്പോൾ 1 മില്ലി ആംപിയർ എന്ന് പറയുന്നത് 10 raised to minus 3 ആംപിയറിന് ഈക്വലാണ്. 1 മൈക്രോ ആംപിയർ എന്ന് പറയുന്നത് 10 raised to minus 6 ആംപിയറിന് ഈക്വലാണ്. 1 മില്ലി ആംപിയർ ഈസ് ഈക്വൽ ടു 10 raised to minus 3 ആംപിയർ ആൻഡ് 1 മൈക്രോ ആംപിയർ ഈസ് ഈക്വൽ ടു 10 raised to minus 6 ആംപിയർ. ഓക്കെ അല്ലേ? അപ്പോൾ ലോജിക് ക്ലിയർ അല്ലേ? അപ്പോൾ മില്ലി ആംപിയറും മൈക്രോ ആംപിയറൊക്കെ ഓക്കെ അല്ലേ? അപ്പോൾ സ്മോൾ കറണ്ടുകൾ മെഷർ ചെയ്യാൻ വേണ്ടി സ്മോൾ യൂണിറ്റ് യൂസ് ചെയ്യും. ആ യൂണിറ്റാണ് മില്ലി ആംപിയറും അഗൈൻ മൈക്രോ ആംപിയറും. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് കറണ്ട് ആർ എക്സ്പ്രസ്ഡ് ഇൻ മില്ലി ആംപിയർ ഓർ മൈക്രോ ആംപിയർ. ഓക്കെ അല്ലേ? ഇനി ഒരു സർക്യൂട്ടിലെ കറണ്ട് എങ്ങനെ മെഷർ ചെയ്യുക? ഈ സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിന് പറയുന്ന പേരെന്താ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണത്. എൻ്റെ സർക്യൂട്ട് സിമ്പിൾ എല്ലാം പഠിച്ചു കഴിഞ്ഞാണ്. ഏതായിരുന്നു? അമ്മീറ്റർ ആണല്ലേ? അമ്മീറ്റർ ഈസ് യൂസ് ടു മെഷർ ഇലക്ട്രിക് കറണ്ട്. ഒരു സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യും? അമ്മീറ്റർ യൂസ് ചെയ്യും. ഇനി ഒരു അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യുക? എപ്പോഴും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. അമ്മീറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. Ammeter is connected in series. കഴിഞ്ഞ ദിവസം ഫിഗറൊക്കെ നോക്കിയാൽ മതി. കഴിഞ്ഞ ദിവസം നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരച്ചതല്ലേ? അതിനകത്ത് അമ്മീറ്റർ നേരെ സീരീസ് ആയിട്ടില്ല കണക്ട് ചെയ്യാം. ഇങ്ങനെ ബൾബ്, സെല്ല്, അമ്മീറ്റർ നേരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. സ്വിച്ച് ഒരു സർക്യൂട്ടിൽ അമ്മീറ്റർ നേരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. എന്തിനാണ് അമ്മീറ്റർ സീരീസ് ആയി കണക്ട് ചെയ്യുന്നത്? സെല്ലിൻ്റെ പോസിറ്റീവ് എന്നല്ല കറണ്ട് വരിക. ആ കറണ്ട് ഇങ്ങനെ നെഗറ്റീവ് കൂടെ പാസ് ചെയ്തു പോയില്ലേ? അപ്പോൾ സർക്യൂട്ടിലെ എൻ്റെയർ കറണ്ടും ആ അമ്മീറ്റർ കൂടെ പാസ് ചെയ്ത് പോകണം. എന്നാൽ നമുക്ക് കൊടുത്ത് ടോട്ടൽ കറണ്ട് മെഷർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യും? നേരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ലോജിക്ക് മനസ്സിലായോ? സർക്യൂട്ടിലെ എൻ്റെയർ കറണ്ടും ആ അമ്മീറ്ററിനകത്തൂടെ പാസ് ചെയ്ത് പോകണം. അപ്പോൾ അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യണം? അമ്മീറ്ററിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ലോജിക്ക് ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ഇലക്ട്രിക് കറണ്ട് ഈസ് കാൾഡ് അമ്മീറ്റർ. ഇറ്റ് ഷുഡ് ഹാവ് വെരി ലോ റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് ഓൾവേസ് കണക്ട് ഇൻ സീരീസ് ഇൻ എ സർക്യൂട്ട്. ഈ അമ്മീറ്റർ എന്ന ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. റെസിസ്റ്റൻസ് എന്നാൽ നമുക്കിന് വഴിയെ പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. റെസിസ്റ്റൻസ് എന്നുള്ള വേർഡൊന്ന് മനസ്സിൽ വയ്ക്കുക കേട്ടോ. ഒരു അമ്മീറ്ററിന് റെസിസ്റ്റൻസ് ഭയങ്കര കുറവായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ് ഇൻ എ സർക്യൂട്ട്. അതൊരു സർക്യൂട്ടിൽ എപ്പോഴും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ അമ്മീറ്റർ എന്ന് പറയും. അമ്മീറ്റർ ഒരു ലോ റെസിസ്റ്റീവ് ഡിവൈസാണ്. അമ്മീറ്ററിൻ്റെ സർക്യൂട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ക്ലിയർ ആയല്ലേ? ഓക്കെ. ഇനി ഈ കറണ്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയല്ലേ നമ്മൾ അമ്മീറ്റർ യൂസ് ചെയ്യുന്നത്? അപ്പോൾ കറണ്ടിൻ്റെ പ്രസൻസ് അറിയാനോ കറണ്ട് ഉണ്ടോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയോ അതിന് വേറെ ഡിവൈസ് യൂസ് ചെയ്യുമല്ലോ. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ? അതിൻ്റെ സർക്യൂട്ട് സിമ്പിളും പഠിച്ചതല്ലേ? എന്തായിരുന്നു അത്? ഗാൽവനോമീറ്റർ ആണോ? ഗാൽവനോമീറ്റർ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഇലക്ട്രിക് കറണ്ട്.
is called galvanometer. ഓക്കെ, അപ്പോൾ കറണ്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നു. എഗെയിൻ കറണ്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഒരു അമ്മീറ്ററാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ സർക്യൂട്ട് സിമ്പിളെല്ലാം കഴിഞ്ഞ ദിവസം പഠിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് കറണ്ട് എന്ന് പറഞ്ഞു, കറണ്ട് എങ്ങനെയാണ് മെഷർ ചെയ്യാമെന്ന് പറഞ്ഞു. ലാർജ് യൂണിറ്റ് ഉണ്ട് ആംബിയർ, സ്മോൾ യൂണിറ്റുകൾ പറഞ്ഞു കഴിഞ്ഞു മൈക്രോ ആംബിയറും മില്ലി ആംബിയറും ഉണ്ട്. എഗെയിൻ ഒരു ആംബിയർ കറണ്ട് കിട്ടണമെങ്കിൽ ഒരു സെക്കൻഡിൽ 1 കുളോം ചാർജ് ഫ്ലോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കറണ്ട് ഏത് ഡിറക്ഷനിലാണ് ഫ്ലോ ചെയ്യുക? ഡിറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് അടുത്തതാണ് നോക്കാൻ പോകുന്നത്. ഡിറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. കറണ്ട് ഏത് ഡിറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുക? ഏത് ഡിറക്ഷനിലായിരിക്കും? നമ്മൾ ആക്ച്വലി ഇൻട്രൊഡക്ഷനായിട്ട് ഇതെല്ലാം ചെറിയ രീതിയിലൊന്നും ഇൻഡിക്കേറ്റ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നാലും നോക്കാം. നമുക്കറിയാം ഈ ഇലക്ട്രിക് കറണ്ട് എന്നുള്ള കൺസെപ്റ്റ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ഫിനോമിനെ പറ്റി നമ്മൾ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ ആളുകൾക്ക്, അന്നത്തെ സയൻറ്റിസ്റ്റുകൾക്ക് ഇലക്ട്രോൺസിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു പാർട്ടിക്കിൾ ഉണ്ട് എന്നുള്ള കാര്യം പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്? പോസിറ്റീവ് ചാർജാണ് ഫ്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജാണ്. അതാണ് അവർ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അന്ന് ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചിട്ടില്ല, ഇലക്ട്രോൺസിലുള്ള പാർട്ടികളുള്ള കാര്യം ആർക്കും അറിയില്ല. അപ്പോൾ അന്ന് ആകെ അറിയാവുന്നത് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് മാത്രമാണ്. അപ്പോൾ അന്നത്തെ ആളുകൾ വിചാരിച്ചത് എന്താ? ഫ്ലോ, അതായത് പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസാണ് മൂവ് ചെയ്യുന്നതാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്തായിരുന്നു? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ എങ്ങോട്ടാണോ പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നത് അതാണ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതിന് കാരണം എന്താ? ബിക്കോസ് അറ്റ് ദി ടൈം വെൻ വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് ഇലക്ട്രിക് കറണ്ട് ദി ഇലക്ട്രോൺസ് വർ നോട്ട് നോൺ. അത് ഇലക്ട്രോൺസിനെ പറ്റി ഐഡിയ ഒന്നുമില്ല. ഇലക്ട്രോൺസ് വർ നോട്ട് നോൺ, ഇലക്ട്രോൺസിനെ പറ്റി ഐഡിയ ഒന്നുമില്ല. സോ ദേ ടേക്ക് ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജ് ആസ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജിനെ എന്താക്കി ചൂസ് ചെയ്തു? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ആക്കി അങ്ങ് ചൂസ് ചെയ്തു. പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത്. അപ്പോഴാണ് സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായത് പോസിറ്റീവ് ചാർജ് അല്ല ഫ്ലോ ചെയ്യുന്നത്, പകരം ആരാണ് ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജിന് ഫ്ലോ ചെയ്യാനൊന്നും പറ്റില്ല, ഇലക്ട്രോൺസിന് മാത്രമേ ഫ്ലോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇലക്ട്രോൺസ് ആണ് ഒരു കണ്ടക്ടറിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കാരണമാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നത്. ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക് കറണ്ട്. പക്ഷേ നമ്മൾ കൺവെൻഷനലി പണ്ട് തന്നെ ഫോളോ ചെയ്ത രീതി എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് കറണ്ട് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ കൺവെൻഷനലി നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്തു? ആ ഒരു മെത്തേഡിനെ ഇപ്പോഴും ആ ഡയറക്ഷൻ തന്നെ ഇപ്പോഴും ഫോളോ ചെയ്തു. സോ കൺവെൻഷനലി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജ് വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ആക്ച്വലി ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പണ്ട് തൊട്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത രീതി ആയതുകൊണ്ട് ആ രീതി നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നു. നമ്മൾ കൺവെൻഷനിൽ എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുമായിരുന്നെങ്കിൽ അവരെങ്ങോട്ട് മൂവ് ചെയ്യാനാണോ പോസിബിലിറ്റി ഉള്ളത് ആ ഡിറക്ഷനെ എന്താക്കി ചൂസ് ചെയ്തു? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ആക്കി ചൂസ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത്? ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ലേ? സോ കൺവെൻഷനലി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് എഴുതാം കൺവെൻഷനലി the direction of flow of electric current is the direction of flow of positive charge. Positive charge which is opposite to the direction of flow of electrons. Direction of flow of electron. ഓർത്ത് വയ്ക്കുക കേട്ടോ. Conventionally the direction of flow of electric current is the direction of flow of positive charge. എങ്ങോട്ടാണോ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നത് അതാണ് നമ്മൾ കൺവെൻഷനലി എന്തായി ചൂസ് ചെയ്യുന്നത്?
ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആക്കി ചൂസ് ചെയ്യുന്നത്. അത് ആർക്ക് ഓപ്പോസിറ്റാണ്? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആക്ച്വലി ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ് കേട്ടോ. പക്ഷേ ഡയറക്ഷൻ മാത്രം എങ്ങനെ എടുക്കുക? ഇലക്ട്രോൺ ഫ്ലോൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഡയറക്ഷൻ എടുക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കൂ. ഒരു കണ്ടക്റ്റിംഗ് വയറിലൂടെ ഈ എൻഡ് എയും ഈ എൻഡ് ബിയും ആണ്. ഇലക്ട്രോൺസ് നേരെ എയിൽ നിന്ന് ബിയിലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺസ് പോകുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ഇലക്ട്രോൺസ് നേരെ എയിൽ നിന്ന് ബിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്താ? ഡയറക്ഷൻ ഓഫ് കറണ്ട് നേരെ ബിയിൽ നിന്ന് എയിലേക്ക് എടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഒരു കണ്ടക്ടർ അതിൻ്റെ ഒരു എൻഡ് എയും ഒരു എൻഡ് ബിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ കൺവെൻഷനലി ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് എങ്ങോട്ടാണ് ചൂസ് ചെയ്യുക? അത് നേരെ ബി നേരിലേക്ക് ചൂസ് ചെയ്യുക. ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഫ്രം ബി ടു എ. ഓക്കെ അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഓപ്പൺ സർക്യൂട്ടിൻ്റെയും ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെ ഒക്കെ ഒരു ഡയഗ്രാം പഠിച്ചില്ലേ? ഒരു ഫിഗർ. അപ്പോൾ അതിനകത്ത് നോക്കൂ, അതിനകത്ത് ആ ഫ്ലോ കാണിക്കുന്നുണ്ട് അല്ലേ? ആ വയർ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തപ്പോൾ കണ്ടോ ആ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കാണിക്കുന്നത്. നെഗറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നു. കാരണം നെഗറ്റീവ് ചാർജ് സെല്ലിന് നെഗറ്റീവ് നിന്ന് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്കറിയാം കറണ്ട് ഫ്ലോ നമ്മൾ സെല്ലിൻ്റെ പോസിറ്റീവ് നിന്ന് പുറത്തേക്കാണ് വരച്ചത്. അത് പോസിറ്റീവ് ചാർജിൻ്റെ ഫ്ലോ ആണ് മാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രോൺസ് നേരെ തിരിച്ചാണ് ഫ്ലോ ചെയ്യുക കേട്ടോ. ആ ഫിഗറിൽ കാണിച്ച പോലെ ഇലക്ട്രോൺസ് നേരെ തിരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ അല്ലേ? നമുക്കിനി ജസ്റ്റ് ഒരു ഫിഗർ നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗറിനകത്ത് ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ കറണ്ടും ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കൂ. ഒരു ബാറ്ററി അല്ലെങ്കിൽ സെല്ല്, ആ സെല്ലിൻ്റെ പോസിറ്റീവ് മേലെ പ്ലസ് എന്നും താഴെ നെഗറ്റീവ് ഉണ്ട്. അതിനകത്ത് ഒരു സർക്യൂട്ടാണ്, അവിടെ ഒരു ബൾബ് വരച്ചിട്ടുണ്ട്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ആണ് അതിനകത്ത്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോയും ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ കറണ്ടുമാണ് കാണിച്ചിരിക്കുന്നത്. ആ റെഡ് ആരോ മാർക്ക് വെച്ച് കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന കൺവെൻഷണൽ ഡയറക്ഷനാണ്. റെഡ് ആരോ മാർക്ക് വെച്ച് കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന കൺവെൻഷണൽ ഡയറക്ഷനാണ്. നോക്കൂ, അതെങ്ങനെയാണ്? സെല്ലിൻ്റെ പോസിറ്റീവ് നിന്ന് പുറത്തേക്ക് വരും. ഇതിന് ഇങ്ങനെ ബൾബിലൂടെ ഇങ്ങനെ പാസ് ചെയ്തു പോകാം. ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് കൺവെൻഷനലി. ഇനി ആ ബ്ലൂ ആരോ മാർക്ക് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? നോക്കൂ, ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ കറണ്ട് ഡയറക്ഷൻ എങ്ങോട്ടാണ് എടുക്കുന്നത്? നേരെ ഓപ്പോസിറ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങോട്ടാണോ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ കറണ്ട് ഫ്ലോ നമ്മൾ ഇങ്ങനെ എടുക്കുക. ഓക്കെ അല്ലേ? ഇലക്ട്രോണിൻ്റെ ഫ്ലോ എങ്ങനെ എടുക്കുന്നത്? ഇലക്ട്രോണിൻ്റെ ഫ്ലോ നേരെ തിരിച്ചെടുക്കുക. ഇലക്ട്രോണിൻ്റെ ഫ്ലോ നേരെ തിരിച്ചെടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഗ്രീനിൽ റെപ്രസെൻ്റ് ചെയ്ത് എന്തായിരുന്നു? ഈ ഗ്രീനിൽ റെപ്രസെൻ്റ് ചെയ്തത് ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു സർക്യൂട്ടിൽ കൂടെ. എഗൈൻ ഇലക്ട്രോൺസ് നേരെ ഓപ്പോസിറ്റാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ഇത് മാറിപ്പോരുത് കേട്ടോ, മറന്നു പോരുത്. ഓക്കെ, എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. കൺവെൻഷനലി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജ് ആണ്, വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്താണെന്നുള്ള കാര്യമൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം കേട്ടോ. ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ബോർഡിനകത്ത് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം കേട്ടോ. എ കറണ്ട് ഓഫ് 0.5 ആംപിയർ ഈസ് ഡ്രോൺ ബൈ എ ഫിലമെൻറ്റ് ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ് ഫോർ 10 minutes. Find the amount of electric charge that flows through the circuit. A current of 0.5 ampere is drawn by a filament of an electric bulb for 10 minutes. 10 മിനിറ്റ് സമയത്തേക്ക് ഒരു ബൾബിൻ്റെ ഫിലമെൻ്റ് എന്ത് ചെയ്യുന്നു? ഒരു സർക്യൂട്ടിൽ നിന്ന് 0.5 ആംപിയർ കറണ്ട് ഡ്രോൺ ചെയ്യുന്നുണ്ട്, കറണ്ട് എടുക്കുന്നുണ്ട്. ഫൈൻഡ് ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് ഫ്ലോസ് ത്രൂ ദി സർക്യൂട്ട്. ആ സർക്യൂട്ട് കൂടെ ഫ്ലോ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യാം? കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? I is equal to Q divided by T അല്ലേ? കറണ്ട് is equal to ചാർജ് ഡിവൈഡ് ബൈ ടൈം. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഏതാണ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ്? Q അല്ലേ? Q. അപ്പോൾ Q ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനകത്ത് ആരുടെയൊക്കെ വാല്യൂ തന്നിട്ടുണ്ട്? ഫോർ 10 minutes ടൈം തന്നിട്ടുണ്ട്, 10 minutes ആണ്. ദെൻ കറണ്ട് തന്നിട്ടുണ്ട് അത്ര 0.5 ആംപിയർ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസൊക്കെ ഒന്ന് ആദ്യം എന്ന് എഴുതാം. കറണ്ട് I ഈസ് ഈക്വൽ ടു 0.5 ആംപിയർ. ടൈം T ഈസ് ഈക്വൽ ടു 10 minutes. ഈ മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ 10 ഇൻറ്റു എങ്ങനെ മിനിറ്റ് സെക്കൻഡിലേക്ക് മാറ്റുക? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 10 ഇൻറ്റു 60 അത്രയും സെക്കൻഡ്സ്.
ഓക്കെ അല്ലേ? നമുക്ക് ചാർജ് ക്യൂ അല്ലേ വേണ്ടത്? അപ്പോൾ I ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആണെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു I ഇൻറ്റു ടി എന്ന് എഴുതാലോ. I ഇൻറ്റു ടി 0.5 ഇൻറ്റു 10 ഇൻറ്റു 60 ഈക്വൽ ടു, ശരിയാണോ? ക്യൂ ഈസ് ഈക്വൽ I ഇൻറ്റു ടി 0.5 ഇൻറ്റു 10 ഇൻറ്റു 60. 0.5 ഇൻറ്റു 10 5 5 ഇൻറ്റു 6 30. അപ്പോൾ 300 കുളോംബ്. 300 coulomb. So the amount of charge flowing through the conductor in 10 seconds is 300 coulomb. Logic മനസ്സിലായോ? Current I is equal to 0.5 into time t equal to 10 minutes. So 10 into 60 second. Okay, മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടി 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 0.5 into 10 എന്ന് പറഞ്ഞാൽ 5 ആവും. 5 into 60 300. ഇല്ല 60 into 5 300 വരും. ഓക്കെയാണോ? ഓക്കെ. അപ്പോൾ ചെയ്ത മെത്തേഡ് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടേമാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഫ്ലോ ഉണ്ടാവണമെങ്കിൽ എപ്പോഴും ഒരു ഹയർ റീജിയണും ഒരു ലോവർ റീജിയണും വേണം, ശരിയല്ലേ? അല്ലാത്ത സമയത്ത് ഒരിക്കലും ഫ്ലോ ഉണ്ടാവില്ല. ഇപ്പോൾ വാട്ടർ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക? വാട്ടർ ലെവൽ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഫ്ലോ ചെയ്യുക. എയർ എങ്ങോട്ട് ഫ്ലോ ചെയ്യുക? പ്രഷർ കൂടിയ ഭാഗത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഫ്ലോ ചെയ്യുക, ശരിയല്ലേ? അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിലും അവിടെ ഒരു ഇലക്ട്രിക്കൽ പ്രഷർ ഡിഫറൻസ് വേണം. ആ ഡിഫറൻസിനാണ് എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ലെവൽ ഡിഫറൻസ് ഉള്ള സ്ഥലത്ത് മാത്രമേ ഫ്ലോ ഉണ്ടാവൂ. അങ്ങനെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യാൻ വേണ്ട ആ ലെവൽ ഡിഫറൻസിനെ, ആ പ്രഷർ ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഒരു വാട്ടർ ടാങ്ക് നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു വാട്ടർ ടാങ്ക് ഇനി രണ്ടാമതൊരു വാട്ടർ ടാങ്ക് കൂടെ വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ടാങ്കിൻ്റെയും ബോട്ടംസ് തമ്മിൽ ഞാൻ പൈപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. പൈപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു ടാപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ടാപ്പ് വെച്ച് ഇതിങ്ങനെ ക്ലോസ് ആക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. ക്ലോസ് ആക്കി വെച്ചു. ഇങ്ങനെ ക്ലോസ് ആക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ വാട്ടർ ഫ്ലോ ചെയ്യില്ലല്ലോ. ഇപ്പോൾ ടാങ്കിൽ ആദ്യം വാട്ടർ ഫില്ല് ചെയ്യാൻ പോവാണ്. ഒരു ടാങ്കിൽ മാത്രമേ വാട്ടർ ഫില്ല് ചെയ്യുന്നുള്ളൂ. വാട്ടർ ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ടാപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന പൈപ്പ്, ആ ടാപ്പ് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വാട്ടർ, ഈ ടാങ്കിൽ നിന്ന് ആ ടാങ്കിലേക്ക് വാട്ടർ പോയില്ലല്ലോ. ഇനി ഞാനിപ്പോൾ അതൊക്കെ ആ ടാപ്പ് അങ്ങ് ഓപ്പൺ ആക്കാൻ പോകണം. ഈ ടാപ്പ് എടുത്ത് അങ്ങ് ഓപ്പൺ ആക്കാൻ പോകണം. ഈ ടാപ്പ് അങ്ങ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ഈ ടാങ്ക് നേരെ ഈ ടാങ്കിലേക്ക് വാട്ടർ പോയില്ലേ? അങ്ങനെ കാരണം എന്തുകൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്? ഇവിടെ വാട്ടറിന് അവിടെ വാട്ടർ ഇല്ല. അപ്പോൾ ഇവിടെ വാട്ടർ ലെവൽ കൂടുതലും അവിടെ വാട്ടർ ലെവൽ 0 ആണ്. അപ്പോൾ വാട്ടർ ലെവൽ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വാട്ടർ ട്രാവൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വാട്ടറിൻ്റെ ഫ്ലോ ഉണ്ടാവും. അങ്ങനെ വാട്ടർ ഫ്ലോ ചെയ്ത് സപ്പോസ് വാട്ടർ ഈ ലെവലിലേക്ക് എത്തിയിരിക്കാം. വാട്ടർ ഈ ലെവലിലേക്ക് എത്തി ഈ ടാങ്കിൽ. അപ്പോൾ ഈ ടാങ്കിൽ ഈ ലെവലിലേക്ക് വാട്ടർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിൽ അത്രയും ലെവൽ കുറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഈ ടാങ്കിൽ വാട്ടർ ലെവൽ കുറഞ്ഞിട്ടുണ്ട്. വാട്ടർ ലെവൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ വാട്ടർ ലെവൽ ഇത്ര ആയിട്ടുണ്ട്. ഓക്കെ, ആ സമയത്ത് ഞാൻ വീണ്ടും എന്ത് ചെയ്യാൻ പോവാണ്? ഈ ടാപ്പ് ക്ലോസ് ചെയ്യാൻ പോകണം. ടാപ്പ് ക്ലോസ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ അല്ലേ? ഇപ്പോൾ ആദ്യത്തെ ടാങ്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കാൻ പറ്റുക? ആദ്യത്തെ ടാങ്കിൽ
വാട്ടർ ലെവൽ കുറഞ്ഞു. നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചത്രയും വാട്ടർ ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല. ഓക്കെ, ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ? അപ്പോൾ നേരത്തെ ഇതിൽ മാത്രമേ വാട്ടർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ടാപ്പ് ഒന്ന് വാട്ടർ അങ്ങോട്ടോ, ഇപ്പോൾ ലെവൽ എങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഞാനും വീണ്ടും ഈ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഈ വാട്ടർ ഇങ്ങോട്ടോ ഫ്ലോ ചെയ്യാം. ഞാൻ അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് നെയിം ചെയ്യാം. ഇത് ടാങ്ക് എയും ഇത് ടാങ്ക് ബിയും ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടോ വാട്ടർ ഫ്ലോ ചെയ്യാം. ടാങ്ക് എയിൽ നിന്ന് ടാങ്ക് ബിയിലേക്കാണ് വാട്ടർ ഫ്ലോ ചെയ്യുക. നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ആൻസർ പറയും. ടാങ്ക് എയിൽ നിന്ന് ടാങ്ക് ബിയിലേക്കാണ് വാട്ടർ ഫ്ലോ ചെയ്യുക. അതിന് കാരണം എന്താ? ടാങ്ക് എയിൽ വാട്ടർ ലെവൽ കൂടുതലും ടാങ്ക് ബിയിൽ വാട്ടർ ലെവൽ കുറവാണ്. അപ്പോൾ വാട്ടർ ലെവൽ കൂടിയ ഭാഗത്തു നിന്ന് വാട്ടർ ലെവൽ കുറഞ്ഞ ഭാഗത്തേക്കായിരിക്കും ആര് ഫ്ലോ ചെയ്യുക? അവിടെ വാട്ടർ ഫ്ലോ ചെയ്യുക. അതിനർത്ഥം ഇവിടെ വാട്ടറിന് ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു പ്രഷർ ഡിഫറൻസ് വേണം, അല്ലെങ്കിൽ ഒരു ലെവൽ ഡിഫറൻസ് വേണം. ആ ലെവൽ കൂടിയ ഭാഗത്തു നിന്ന് ലെവൽ കുറഞ്ഞ ഭാഗത്തേക്ക് ആര് ഫ്ലോ ചെയ്യും? വാട്ടർ ഫ്ലോ ചെയ്യും. അങ്ങനെ എത്ര സമയം വാട്ടർ ഫ്ലോ ചെയ്യും? ഈ രണ്ട് ടാങ്കിലെയും ലെവൽ ഈക്വൽ ആകുന്നവരെയും വാട്ടർ ഫ്ലോ ചെയ്യും. രണ്ട് ടാങ്കിൽ ലെവൽ എന്ത് ചെയ്യണം? ഈക്വൽ ആകുന്നവരെയും വാട്ടർ ഫ്ലോ ചെയ്യും. അപ്പം അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ടാങ്കിലെ വാട്ടർ ലെവൽ ഈക്വൽ ആയെന്ന് വിചാരിക്കുക. ഇവിടുത്തെ വാട്ടർ ലെവൽ ഇതാണെങ്കിൽ ഇവിടെയും അതേ ലെവലിലേക്ക് വാട്ടർ വന്നു. രണ്ട് ടാങ്കിലും വാട്ടർ ലെവലിൻ്റെ വാല്യൂ ഇപ്പോൾ സെയിം ആയി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ട് ടാങ്കിലും വാട്ടർ ലെവൽ എപ്പോഴാണോ സെയിം ആയത് ആ സമയത്ത് വാട്ടറിൻ്റെ ഫ്ലോ അങ്ങ് നിൽക്കും. പിന്നെ വാട്ടർ ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും പിന്നെ വാട്ടർ ഫ്ലോ ചെയ്യില്ല. ഓക്കെ, രണ്ട് ടാങ്കിലും ലെവൽ സെയിം ആയി. ആ ലെവൽ സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ വാട്ടറിൻ്റെ ഫ്ലോ ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? നമുക്ക് രണ്ട് ടാങ്കിലെ വാട്ടർ ലെവൽ ഇപ്പോൾ സെയിം ആയിട്ടായിരിക്കുന്നു, ഒരേപോലെ ഇരിക്കുന്നു വാട്ടർ ലെവൽ. ഓക്കെ, ഇപ്പോൾ ഈ ടാങ്കിന് അതേപോലെ ഈ ടാപ്പ് ഞാൻ ഓപ്പൺ ആക്കിയപ്പോൾ സംഭവിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഈ ടാപ്പോട് വെച്ചാലും വെച്ചില്ലെങ്കിലും വാട്ടറിൻ്റെ ഫ്ലോ ഒന്നുമില്ല അല്ലേ? ഇതിപ്പോൾ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇനി വാട്ടർ അവിടെ നിന്ന് ഇങ്ങോട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടോ ഫ്ലോ ചെയ്യില്ല. കാരണം അവിടെ ലെവൽ രണ്ട് ഭാഗത്തും സെയിം ആയി. അപ്പോൾ ലെവൽ ഡിഫറൻസ് ഇല്ല, അതിന് വാട്ടർ ഫ്ലോ ചെയ്യുന്നില്ല. നമ്മൾ വീട്ടിലെ ടാങ്കൊക്കെ വളരെ ഹൈറ്റിൽ വെക്കുന്നതിനാ, നമ്മൾ താഴത്തെ പൈപ്പിലേക്ക് വെള്ളം വരണം. അപ്പോൾ ലെവൽ കൂടിയ ഭാഗത്ത് ലെവൽ കുറഞ്ഞ ഭാഗത്തേക്ക് വാട്ടറിൻ്റെ ഫ്ലോ ഉണ്ടാവും. ആ ഒരു ലെവൽ ഡിഫറൻസ് വേണം. ഇനിയിപ്പോൾ എയറാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിലോ, എയർ ഫ്ലോ ചെയ്യുകയാണെങ്കിലും എയർ പ്രഷർ കൂടിയ ഭാഗത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്കാണ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഒരു ഫ്ലോ ഉണ്ടാവണമെങ്കിൽ ഒരു പ്രഷർ കൂടിയ റീജിയനും ഒരു പ്രഷർ കുറഞ്ഞ റീജിയനും വേണ്ടി വരും. അതിൽ ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിലും ഇലക്ട്രിക് പ്രഷർ കൂടിയ റീജിയനും കുറഞ്ഞ റീജിയനും വേണ്ടി വരും. ആ രണ്ട് റീജിയൻസ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ ഡിഫറൻസിനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും. പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി മെറ്റാലിക് കണ്ടക്ടർ ആകുമ്പോൾ ഒത്തിരി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോൺസിന് ഒരു ഫിക്സ്ഡ് ഡയറക്ഷനിലേക്ക് മാത്രമായിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റണമെങ്കിൽ, അവിടെ കറണ്ട് ഉണ്ടാവണമെങ്കിൽ അവിടെ മസ്റ്റായിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണ്ടേ? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിൽ നമ്മൾ സെൽ അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയുന്നത്. ഇങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിന് സെൽ അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയും. ഈ സെല്ലിനകത്ത് അല്ലെങ്കിൽ ബാറ്ററിക്കകത്ത് കെമിക്കൽ എനർജി ഉണ്ടാവും. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ സെൽ അല്ലെങ്കിൽ ബാറ്ററി എന്ത് ചെയ്യും? അതിൻ്റെ കെമിക്കൽ എനർജി അവിടെ സ്പെൻഡ് ചെയ്യും. അങ്ങനെയാണ് ഈ സെൽ അല്ലെങ്കിൽ ബാറ്ററി എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ സെൽ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ സർക്യൂട്ട്. Used to maintain potential difference in a circuit. Used to maintain a potential difference in a circuit. ഒരു സർക്യൂട്ടിനകത്ത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് എന്താ പറയുക? നമ്മൾ സെൽ അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയാം. സെല്ലുള്ള കോമ്പിനേഷനെ ബാറ്ററി എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ടിൽ കൂടെ ആര് ഫ്ലോ ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്താണ് സെല്ലെന്ന് ക്ലിയർ ആയില്ലേ? എന്നാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇനി എങ്ങനെയാണ് സെല്ല് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുക? ഇറ്റ് എക്സ്പെൻസ് ഇസ് കെമിക്കൽ എനർജി ഇൻ ദി സർക്യൂട്ട്. അയാളുടെ എനർജി അവിടെ സ്പെൻഡ് ചെയ്യും. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഈവൻ ദ സർക്യൂട്ട് ഈസ് ഓപ്പൺ ഓർ ക്ലോസ്. സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിലും സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിലും ആ സെല്ല് അതിൻ്റെ കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ടാവും? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. സെല്ലിൻ്റെ ഒരു എൻഡ് പോസിറ്റീവ് ഒരു നെഗറ്റീവ് അല്ലേ?
അതിനടുത്ത് എന്താ, ഒന്ന് ഹയർ പൊട്ടൻഷ്യൽ, വേറെ ഒന്ന് എന്തായിരിക്കും, വേറെ ഒന്ന് ലോവർ പൊട്ടൻഷ്യലും ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നു പറയാനുള്ള റീസൺ മനസ്സിലായി. അതൊക്കെ ജനറൽ കണ്ടീഷനാണ്. ഒരു ഫ്ലോ ഉണ്ടാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒരു ലെവൽ ഡിഫറൻസ് വേണം. അപ്പോൾ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? നമ്മൾ ഹെഡിങ് എഴുതി എങ്ങനെയല്ലേ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻ എ കണ്ടക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദ വർഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അല്ല, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ദൂരെ എവിടെ ഇരിക്കുന്ന ഒരു ചാർജിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കണം. അതിനുവേണ്ടി ചെയ്യുന്ന വർക്കിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ അല്ലേ? ഇറ്റ് ഈസ് വർഡൺ ടു മൂവ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അപ്പോൾ എനിക്ക് എയിലെ പൊട്ടൻഷ്യലാണ് വേണ്ടതെങ്കിൽ എന്താ മീനിങ്? ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ചാർജിനെ എ വരെ കൊണ്ടുവരാൻ വേണ്ട വർക്കിയാണ് നമ്മൾ എയിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ബിയിലെ പൊട്ടൻഷ്യലാണ് വേണ്ടെങ്കിലോ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ചാർജിനെ നേരെ ബിയിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ചെയ്യുന്ന വർക്കിനെയാണ് ഇത് പറയുന്നത് ബിയിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ബിറ്റ്വീൻ ദാറ്റ് 2 പോയിൻറ്റ്സ്. ആ 2 പോയിൻറ്റിനും ഇടയ്ക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്കിനെയാണ് എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 പോയിൻറ്റ്സ് എയും ബിയും ഒരു ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്കോ അല്ലെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്കോ മൂവ് ചെയ്യിക്കണം. അതിനുവേണ്ടി ചെയ്യുന്ന വർക്കിനെയാണ് എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. ഡെഫിനിഷൻ അവിടെ എഴുതാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. Potential difference between 2 points is defined as the work done to move unit charge between the 2 points. Between the 2 points. ആ 2 പോയിൻറ്റ്സിനിടയ്ക്ക് ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്കിനാണെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഒന്നാണ് ക്ലിയർ ആയല്ലോ. അപ്പോൾ അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സർക്യൂട്ട് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യൂ. അങ്ങനെ അപ്പോൾ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുക? അതിന് സെൽ അല്ലെങ്കിൽ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യും. ഒരു സെൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സെൽ അയാളെ കെമിക്കൽ എനർജി സ്പെൻഡ് ചെയ്യും, സർക്യൂട്ടിനകത്ത് സ്പെൻഡ് ചെയ്യും. സെൽ എക്സ്പെൻസ് ദിസ് കെമിക്കൽ എനർജി ടു മെയിൻറ്റെയിൻ ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഇങ്ങനെ ചാർജിനെ മൂവ് ചെയ്യാനുള്ള വർക്ക് ആ സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണ്? സെല്ലിനകത്ത് സ്റ്റോർ ചെയ്യുന്ന കെമിക്കൽ എനർജി അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് സെല്ല് എന്ത് ചെയ്യുന്നത്? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതൊക്കെ അല്ലേ? സോ ഇനി ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് വോൾട്ട് എന്നുള്ളൊരു യൂണിറ്റിലാണ് കേട്ടോ. SI unit of potential difference is volt. ഇതിൻ്റെ SI യൂണിറ്റ് വോൾട്ട് ആണ്. വോൾട്ട് അലക്സാൻഡ്രോ വോൾട്ട എന്നുള്ളൊരു സയൻറ്റിസ്റ്റിനുള്ള റെസ്പെക്റ്റ് കാരണമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വോൾട്ട് എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. വി സിമ്പൽ വി ആണ്. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ എന്തായിരുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ദ വർക്ക് ഡൺ ടു മൂവ് യൂണിറ്റ് ചാർജ് അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ ചാർജ് എന്ന് എഴുതാൻ പറ്റുമല്ലോ. For potential difference between 2 points, potential difference between 2 points is equal to work divided by charge. Work done divided by charge. ശരിയാണോ? Work done to move യൂണിറ്റ് ചാർജ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇസ് കാൾഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
അപ്പോൾ ഇതിങ്ങനെ വർക്ക് ഡൺ എടുക്കുക. വർക്ക് ഡൺ W എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, പൊട്ടൻഷ്യൽ ഡിഫറൻസിന് V എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ V ഈസ് ഈക്വൽ ടു W ഡിവൈഡ് ബൈ Q, ചാർജ് Q ആണ്, ഓർ W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V. W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V. വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് മനസ്സിലായല്ലോ. അപ്പോൾ Q എന്നുള്ളൊരു ചാർജിനെ 2 പോയിൻറ്റ്സിനിടയ്ക്ക് മൂവ് ചെയ്യിക്കണം. ആ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ V ആണെങ്കിൽ അടുത്ത വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ എന്തായിരിക്കും? W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V. ഓക്കെ അല്ലേ? അപ്പോൾ Q എമൗണ്ട് ഓഫ് ചാർജിനെ V എന്ന് പറയുന്നൊരു പൊട്ടൻഷ്യലിനകത്തോടെ മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്കിനെ നമുക്ക് W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V എന്ന് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ വോൾട്ട്. ഓക്കെ അല്ലേ? ഇനി ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ഇൻ ഡിവൈസിന് വോൾട്ട് മീറ്റർ എന്ന് പറയും. ദി ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് is called voltmeter. The instrument which is used to measure potential difference is called voltmeter. A voltmeter is always connected in parallel to the points where the potential difference is to be measured. ഏത് 2 പോയിൻറ്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ മെഷർ ചെയ്യുന്നത്, ആ 2 പോയിൻറ്റ്സിനിടയ്ക്ക് ഒരു വോൾട്ട് മീറ്ററിനെ നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യുക. അമ്മീറ്റർ എങ്ങനെയായിരുന്നു? അമ്മീറ്ററിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. വോൾട്ട് മീറ്ററിനെ നമ്മൾ എങ്ങനെയാണ് പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ നോക്കൂ, ഒരു സർക്യൂട്ട് വരച്ച് കഴിഞ്ഞാൽ അവിടെ വോൾട്ട് മീറ്റർ പാരലായിരിക്കണം എന്ന് പറഞ്ഞു. നമുക്കതിന് മില്ലി വോൾട്ടും മൈക്രോ വോൾട്ടൊക്കെ കണ്ടിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി യൂണിറ്റുകൾ മില്ലി വോൾട്ടിലും മൈക്രോ വോൾട്ടിലൊക്കെ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എപ്പോഴാണ് ഈ പൊട്ടൻഷ്യൽ 1 വോൾട്ട് ആകുന്നത്? ഈ പൊട്ടൻഷ്യൽ 1 വോൾട്ട് ആണെങ്കിൽ W ഈസ് ഈക്വൽ ടു 1 ജൂളും Q ഈസ് ഈക്വൽ ടു 1 കുളോംബുമാണ്. ഇപ്പോൾ ഇപ്പോൾ പൊട്ടൻഷ്യൽ 1 വോൾട്ട് ആകുന്നത് W ഈക്വൽ ടു 1 ജൂളും Q ഈസ് ഈക്വൽ 1 കുളോംബും ആണെങ്കിൽ V ഈസ് ഈക്വൽ ടു W ഡിവൈഡ് ബൈ Q അല്ലേ, ഈക്വൽ ടു 1 ജൂൾ ഡിവൈഡ് ബൈ 1 കുളോംബ് ഈക്വൽ ടു 1 ജൂൾ പെർ കുളോംബ്. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ വർക്ക് ബൈ ചാർജ് ആണ്. അതിൻ്റെ മീനിങ് എന്താ? 1 കുളോം ചാർജിനെ ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് മൂവ് ചെയ്യിക്കാൻ 1 ജൂൾ ഓഫ് വർക്ക് ചെയ്യണമെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് 1 വോൾട്ട് എന്ന് പറയാൻ പറ്റും അല്ലേ? അങ്ങനെ V ഈക്വൽ 1 ജൂൾ പെർ കുളോംബ് ഈസ് ഈക്വൽ ടു 1 വോൾട്ട്. ഇത് കറക്റ്റാണോ? ഒന്ന് നോക്കൂ. V ഈക്വൽ ടു W ബൈ Q. W എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ, ചാർജ് യൂണിറ്റ് ജൂളാണ്. Q എന്ന് പറഞ്ഞാൽ ചാർജ് യൂണിറ്റ് കുളോംബാണ്. അപ്പോൾ 1 ജൂൾ പെർ കുളോംബ് 1 ജൂൾ കുളോംബ് റൈസ് ടു -1 ഈസ്, അതിന് 1 വോൾട്ട് എന്ന് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ എന്താ 1 വോൾട്ട്? ഇഫ് the work done to move a unit charge between 2 points is 1 joule, then the potential difference between that 2 points is equal to 1 volt. 2 പോയിൻറ്റ്സിനിടയ്ക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്കിൻ്റെ വാല്യൂ 2 പോയിൻറ്റ്സിനിടയ്ക്ക് 1 കുളോം ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി 1 ജൂൾ വർക്ക് ചെയ്യണമെങ്കിൽ ആ 2 പോയിൻറ്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ എന്തായിരിക്കും? അത് 1 വോൾട്ട് ആയിരിക്കും. It is 1 volt. ഓക്കെ അല്ലേ? ഇനി നോക്കൂ. The potential difference is measured by means of an instrument called voltmeter. നമ്മൾ പറഞ്ഞല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ വോൾട്ട്മീറ്റർ എന്നുള്ള ഡിവൈസ് ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നത്. The voltmeter is always connected in parallel across the points between which the potential difference is to be measured. ഏത് 2 പോയിൻറ്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ആ 2 പോയിൻറ്റ്സിനിടയ്ക്ക് ഒരു വോൾട്ട് മീറ്ററിനെ എങ്ങനെ കണക്ട് ചെയ്യുക? നേരെ പാരലായിട്ടാണ് കണക്ട് ചെയ്യുക. 1 വോൾട്ട് ഈസ് ഈക്വൽ ടു 1 ജൂൾ പെർ കുളോംബ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് 1 വോൾട്ട് ഈക്വൽ ടു 1 ജൂൾ പെർ കുളോംബാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പോകണം. ആ ഡയഗ്രത്തിനകത്ത് ഒരു അമ്മീറ്ററും വോൾട്ട് മീറ്ററും എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇതൊരു സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്. ഒരു സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രമാണ്. ഇതിനകത്ത് ആരൊക്കെയുള്ളത്? ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു അമ്മീറ്റർ, ഒരു വോൾട്ട് മീറ്റർ, റെസിസ്റ്റൻസ്, പിന്നെ കണക്ഷൻ വയേഴ്സും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ആ കണക്ഷൻ എങ്ങനെ നോക്കൂ. സെല്ലിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. സെല്ലിൻ്റെ പോസിറ്റീവ് നിന്ന് കണക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കൂ. അമ്മീറ്റർ ഈ സർക്യൂട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? അമ്മീറ്റർ അവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. അതിന് കാരണം എന്താ? ഈ സർക്യൂട്ടിലൂടെ വരുന്ന ടോട്ടൽ കറണ്ടും ഇതിലെ സർക്യൂട്ടിലൂടെ വരുന്ന ടോട്ടൽ കറണ്ട്, ആ ടോട്ടൽ കറണ്ടും ഏതിലൂടെ പാസ് ചെയ്ത് പോകണം? ഈ അമ്മീറ്ററിനകത്തൂടെ പാസ് ചെയ്ത് പോകണം. അങ്ങനെ എന്നാൽ അമ്മീറ്ററിനടുത്ത് ടോട്ടൽ കറണ്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അമ്മീറ്റർ നേരെ സീരീസ് ആയി കണക്ട് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ അമ്മീറ്റർ ഇവിടെ എങ്ങനെ കണക്ട് ചെയ്തു? നേരെ സീരീസ് ആയിട്ടാണ് ഈ സർക്യൂട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.
അപ്പോൾ അത് ക്ലിയർ അല്ലേ? ഇനി അടുത്തത് വോൾട്ട് മീറ്ററാണ്. വോൾട്ട് മീറ്റർ ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? അവിടെ നമുക്ക് വോൾട്ട് മീറ്റർ ആ റെസിസ്റ്റൻസിന് പാരലായിട്ട് കണക്ട് ചെയ്ത്. കാരണം അപ്പോൾ എന്തായിരിക്കും റെസിസ്റ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്ത്? വോൾട്ട് മീറ്ററിൻ്റെ ഒരെൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്, രണ്ടാമത്തിൻ്റെ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. വോൾട്ട് മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യാം? ഏത് രണ്ട് പോയിൻറ്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്, ആ രണ്ട് പോയിൻറ്റ്സിനിടയ്ക്ക് ഇയാളെ പാരലായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നോക്കൂ, ഈ രണ്ട് പോയിൻറ്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഈ വോൾട്ട് മീറ്ററിനെ ആ റെസിസ്റ്റർക്ക് പാരലായി കണക്ട് ചെയ്തു. അപ്പോൾ ഇത് കൺസെപ്റ്റ് ഓക്കെ അല്ലേ? അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. സീരീസ്. കാരണം സർക്യൂട്ടിലെ എൻ്റയർ കറണ്ടും ഏതിലൂടെ പാസ് ചെയ്ത് പോകണം? അമ്മീറ്ററിനകത്തൂടെ പാസ് ചെയ്ത് പോകണം. വോൾട്ട് മീറ്ററോ? വോൾട്ട് മീറ്ററോടെ പാരലായിട്ട് കണക്ട് ചെയ്തു. പാരലൽ. നോക്കൂ, ഈ റെസിസ്റ്ററിന് പാരലായിട്ടാണ് ഈ സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്. ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, ഈ റെസിസ്റ്ററിന് പാരലായിട്ടാണ് നമ്മൾ ഈ സർക്യൂട്ട് ആരെ കണക്ട് ചെയ്യുന്നത്? ആ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എഗെയിൻ ഇനി ഇവിടെ നോക്കൂ, ഈ സർക്യൂട്ടിൽ നേരെ സീരീസ് ആയിട്ടാണ് നമ്മൾ ആരെ കണക്ട് ചെയ്യുന്നത്? അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അമ്മീറ്റർ അവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. എഗെയിൻ വോൾട്ട് മീറ്റർ അവിടെ എങ്ങനെ കണക്ട് ചെയ്യുന്നു? നേരെ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ റെപ്രസെൻറ്റേഷൻസ് വരുന്നത് കേട്ടോ. അമ്മീറ്റർ സർക്യൂട്ടിലെപ്പോഴും സീരീസ് ആയിട്ടും വോൾട്ട് മീറ്റർ സർക്യൂട്ടിലെപ്പോഴും എങ്ങനെ കണക്ട് ചെയ്യണം? പാരലായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ in moving a charge of 2 coulomb across 2 points having a potential difference of 12 volt. രണ്ട് പോയിൻറ്റ്സിനിടയ്ക്ക് 12 വോൾട്ട് എന്ന് പറയുന്നൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ആ രണ്ട് പോയിൻറ്റിനിടയ്ക്ക് ഒരു 2 കുളോം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഓഫ് 2 coulomb across 2 points having a potential difference of 12 volt. അപ്പോൾ ആരുടെയൊക്കെ വാല്യൂ ആണ് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനകത്ത് ചാർജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ചാർജ് ഓഫ് 2 coulomb. അഗൈൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട് 12 വോൾട്ട്. അപ്പോൾ രണ്ട് പോയിൻറ്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ടാണ്. ആ രണ്ട് പോയിൻറ്റ്സിനിടയ്ക്ക് ഒരു 2 coulomb ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? അപ്പോൾ എന്താ വർക്ക് ഡൺ ഇക്വേഷൻ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, ഇങ്ങനെയായിരുന്നു നമ്മൾ ഇക്വേഷൻ പറഞ്ഞത്. തൊട്ടുവിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. ശരിയാണോ? കാരണം പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ഡബ്ല്യു ബൈ ക്യൂ എന്നല്ലേ പഠിച്ചു, വർക്ക് ബർ ചാർജ്. അപ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ക്യൂ ഇൻറ്റു വി, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പോൾ ഈക്വൽ ടു എത്ര? ചാർജ് ക്യൂ ഈസ് ഈക്വൽ 2 coulomb ആണ്. പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ 12 വോൾട്ട് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 12 ഈക്വൽ ടു 24 ജൂൾ എന്ന് കിട്ടും. 24 ജൂൾ. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സിനിടയ്ക്ക് ഈ ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? 24 ജൂൾ വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ രണ്ട് പോയിൻറ്റുകൾ തമ്മിൽ 12 വോൾട്ടിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ആ രണ്ട് പോയിൻറ്റിനിടയ്ക്ക് ഒരു 2 coulomb ചാർജിന് മൂവ് ചെയ്യിക്കാനുണ്ട് വർക്ക് ഡൺ ആണ് ക്വസ്റ്റനിൽ ചോദിച്ചത്. നമുക്ക് കിട്ടിയ ആൻസർ എന്തായിരുന്നു? വിച്ച് ഈസ് ഈക്വൽ ടു 24 ജൂൾ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ എക്സസൈസിനകത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നോക്കൂ, ഫസ്റ്റ് വൺ: നെയിം ദി ഡിവൈസ് ദാറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന് അക്രോസ് ആയി ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? നെയിം ദി ഡിവൈസ് ദാറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ കണ്ടക്ടർ. ഏതാ? സെൽ അല്ലേ? ഇറ്റ് ഇസ് എ സെൽ അല്ലെങ്കിൽ ബാറ്ററി. സെൽ ഓർ ബാറ്ററി രണ്ടും സെയിം തന്നെയല്ലേ? സെല്ലുകളുടെ സീരീസ് കോമ്പിനേഷന് നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത്, സെൽ ഓർ ബാറ്ററി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് മീൻ ബൈ സെയിങ് ദാറ്റ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points ഈസ് 1 വോൾട്ട്? രണ്ട് പോയിൻറ്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണെന്ന് പറയുന്നതിന് മീനിങ് എന്താണ്? അതിന് മീനിങ് എന്താ? ആ രണ്ട് പോയിൻറ്റ്സിനിടയ്ക്ക് 1 coulomb ചാർജിന് മൂവ് ചെയ്യിക്കാൻ എത്ര വർക്ക് ചെയ്യണം? 1 ജൂൾ വർക്ക് ചെയ്യണമെങ്കിൽ ആ രണ്ട് പോയിൻറ്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. ശരിയല്ലേ? ഇഫ് എ വർക്ക് ഓഫ് 1 ജൂൾ ഈസ് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് means a charge of 1 coulomb between 2 points, then the potential difference between that 2 points is 1 volt.
ലോജിക് ക്ലിയർ ആണോ? രണ്ട് പോയിൻറ്റ്സിനിടയ്ക്ക് 1 കുളോം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എഗെയിൻ 1 ജൂൾ വർക്ക് ചെയ്യണമെങ്കിൽ ആ രണ്ട് പോയിൻറ്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 വോൾട്ട് എന്ന് പറയാൻ പറ്റും. ഇക്വേഷൻ നോക്കുവാണെങ്കിൽ W ഈക്വൽ ടു വർക്ക് പെർ ചാർജ് അല്ലേ, വർക്ക് ഡിവൈഡ് ബൈ ചാർജ്. വർക്ക് ഡൺ W ഈക്വൽ ടു 1 ജൂളും Q ഈക്വൽ 1 കുളോംബും ആണെങ്കിൽ ദിസ് ബിക്കംസ് 1 ജൂൾ പെർ കുളോംബ് വിച്ച് ഈസ് ഈക്വൽ ടു 1 വോൾട്ട്. ഇപ്പം എന്താ സംഭവിച്ചത്? ഒരു കുളോം ചാർജിനെ രണ്ട് പോയിൻറ്റ്സിനിടയ്ക്ക് മൂവ് ചെയ്യിക്കാൻ 1 ജൂൾ വർക്ക് ചെയ്യണമെങ്കിൽ ആ രണ്ട് പോയിൻറ്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കൂ. ഹൗ മച്ച് എനർജി ഈസ് ഗിവൺ ടു ഈച്ച് കുളോംബ് ഓഫ് ചാർജ് പാസിംഗ് ത്രൂ എ 6 വോൾട്ട് ബാറ്ററി? ഹൗ മച്ച് എനർജി ഈസ് ഗിവൺ ടു ഈച്ച് കുളോംബ് ഓഫ് ചാർജ് പാസിംഗ് ത്രൂ എ 6 വോൾട്ട് ബാറ്ററി? ഒരു 6 വോൾട്ട് ബാറ്ററി കൂടെ ഫ്ലോ ചെയ്യുന്ന ഓരോ ചാർജിനും വേണ്ടി ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? എനർജി ഈസ് ഗിവൺ. ഓരോ ചാർജിനും കൊടുക്കുന്ന എനർജി എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ വർക്ക് തന്നെയല്ലേ. എന്താ വർക്കിൻ്റെ ഇക്വേഷൻ? വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. ഇത്ര ചാർജ് ഈച്ച് കുളോംബ്, ചാർജ് ഈസ് ഈക്വൽ 1 കുളോംബ്. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ? V ഈക്വൽ ടു 6 വോൾട്ട്. അപ്പോൾ ഈക്വൽ ടു 1 ഇൻറ്റു 6 വിച്ച് ഈസ് ഈക്വൽ ടു 6 ജൂൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു 6 വോൾട്ട് ബാറ്ററി അതിനകത്തൂടെ ഓരോ ഇലക്ട്രോണും ഫ്ലോ ചെയ്യിക്കാൻ എത്ര എനർജി സ്പെൻഡ് ചെയ്യും? 6 ജൂൾ ഓഫ് എനർജി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻസും ഓക്കെ അല്ലേ? നിങ്ങളുടെ എക്സസൈസിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ 3 ക്വസ്റ്റ്യൻസും. ക്ലിയർ? അപ്പോൾ ഇത് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്ക് നോക്കിയാലോ. അപ്പോൾ എന്താണ് കറണ്ട് എന്ന് മനസ്സിലായില്ലേ? എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? നമ്മൾ കറണ്ട് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. കറണ്ട് സർക്യൂട്ടിൽ എങ്ങനെ ഫ്ലോ ചെയ്യാമെന്നും അതിന് വേണ്ട കണ്ടീഷൻസ്, നെസറി കണ്ടീഷൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നും പൊട്ടൻഷ്യൽ എന്നും പഠിച്ചു കഴിഞ്ഞു. അതിന് കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. ദെൻ ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറണ്ട്? ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ആ റിലേഷൻ നമുക്ക് കിട്ടുന്നത് നമ്മൾ പുതിയൊരു ലോ പഠിക്കുന്ന സമയത്താണ്. ആ ലോ നമ്മൾ ഓംസ് ലോ എന്ന് പറയും. സോ ഓംസ് ലോ ഗീവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറണ്ട്. എന്താണ് ഓംസ് ലോ? ഓംസ് ലോ ഗീവ്സ് the relation between potential difference and current. Difference and current. പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടുന്ന ഇവിടുന്ന് നമുക്ക് ഓംസ് ലോ എന്നാണ് കിട്ടുന്നത് കേട്ടോ. ഓംസ് ലോ ഗീവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അഗെയിൻ കറണ്ട് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അത് നമ്മൾ റിലേഷനാണ് പറയാൻ പോകുന്നത്. ഓക്കെ. ഇനി ഈ റിലേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു എക്സ്പെരിമെൻ്റാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് അറിയാൻ നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ പോകണം. അതുകൊണ്ട് കുറേ സെല്ലുകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്കൊരു 1.5 വോൾട്ടിൻ്റെ സെല്ലുണ്ട്. ആ 1.5 വോൾട്ടിൻ്റെ സെല്ലുകൾ സീരീസ് ആക്കി വെച്ചാൽ നമുക്ക് 3 വോൾട്ടിൻ്റെയും 4.5 വോൾട്ടിൻ്റെയും 6 വോൾട്ടിൻ്റെയൊക്കെ സെല്ലുകൾ കിട്ടും. അങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾക്ക് വ്യത്യാസം വരുത്തുമ്പോൾ ഈ സെല്ല് കണക്ട് ചെയ്യുന്ന സർക്യൂട്ടിലെ കറണ്ടിന് എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നുണ്ടോ? അങ്ങനെ കറണ്ടിന് എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ കറണ്ടുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണ്? ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ പോകണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇവിടെ നോക്കൂ. ആ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റാണ് ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒരു NCERT ടെക്സ്റ്റിനകത്തുള്ള ഫിഗർ തന്നെ കേട്ടോ. എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിനകത്ത് ഇവിടെ 2 പോയിൻറ്റ്സുകളുണ്ട്, എക്സും വൈയും. ഓക്കെ അല്ലേ? ആ എക്സിനും വൈക്കും ഇടയ്ക്ക് ആരെ കണക്ട് ചെയ്യുന്നുണ്ട്? ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി സർക്യൂട്ടിനകത്ത് ഒരു അമ്മീറ്റർ A കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു വോൾട്ട് മീറ്റർ V കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഇവിടെ 4 സെല്ലുകളും ആ സർക്യൂട്ടിനകത്തുണ്ട്. ഒരു കീ ഉണ്ട്, 4 സെല്ലുകൾ. ആ സെല്ല് ഇങ്ങനെ വരച്ചിരിക്കുന്നതിനെ അറിയോ? നമുക്ക് ഒറ്റ ടൈം നമുക്ക് ഓരോ സെല്ലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം.
നോക്കുമ്പോൾ ഒരു സെല്ല് മാത്രമാണ് ഈ സർക്യൂട്ടിൽ വേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു സെല്ല് മാത്രമാണ് വേണ്ടതെങ്കിൽ ഇത് ക്ലോസ് ചെയ്താൽ മതി. ഒരു സെല്ലും മാത്രം വന്നെങ്കിൽ ഇത് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ കറണ്ട് പിന്നെ ഇങ്ങനെയല്ല ഫ്ലോ ചെയ്യുക. സപ്പോസ് 2 സെല്ല് വേണമെങ്കിലോ ഇത് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ കറണ്ട് ഇങ്ങനെയല്ല ഫ്ലോ ചെയ്യുക. ഇനി 3 സെല്ല് സർക്യൂട്ടിലാണെങ്കിൽ ഇത് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ കറണ്ട് നേരെ ഇങ്ങനെ പാസ് ചെയ്തു. ഇനി സപ്പോസ് 4 സെല്ലും സർക്യൂട്ടിലാണെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഓരോ സെല്ലായിട്ട് സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. ആ സമയത്തുള്ള വോൾട്ട്മീറ്റർ റീഡിങ്ങും എഗെയിൻ അമ്മീറ്റർ റീഡിങ്ങും എടുക്കാൻ പോകണം. ഇന്നലെ വോൾട്ട്മീറ്റർ റീഡിങ്ങും അമ്മീറ്റർ റീഡിങ്ങും എടുക്കാൻ പോകുന്നു. ഓക്കെ അല്ലേ? ഇവിടെ എക്സിനും വൈക്കും ഇടയ്ക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് നിക്രോം വയറാണ് കേട്ടോ. എ നിക്രോം വയർ ഈസ് കണക്റ്റഡ് വിത്ത് നമ്മൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞു. ഒരു നിക്രോം വയറാണ് നമ്മൾ റെസിസ്റ്ററായിട്ട് കണക്ട് ചെയ്യുന്നത്. നിക്രോം വയർ ഈസ് ഓഫ് ലെങ്ത് ഓൾമോസ്റ്റ് 0.5 സെൻറ്റിമീറ്റർ, ഓൾമോസ്റ്റ് 0.5 മീറ്റർ. 0.5 സെൻറ്റിമീറ്റർ വളരെ ചെറുതായി പോയി, ഓൾമോസ്റ്റ് 0.5 മീറ്റർ ലെങ്ത് ഉള്ള ഒരു നിക്രോം വയറാണ് എക്സിനും വൈക്കും ഇടയ്ക്ക്. ഈ പോയിന്റാണ് എക്സ്, ഈ പോയിന്റാണ് വൈ. എക്സിനും വൈക്കും ഇടയ്ക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ നിക്രോം? നിക്രോം എന്ന് പറഞ്ഞാൽ അലോയ് ആണ്. അലോയ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിൻ്റെ കോമ്പിനേഷൻ നമ്മൾ അലോയ് എന്ന് പറയുന്നത്. നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെയും മാംഗനീസിൻ്റെയും അയേണിൻ്റെയും കൂടി ചേർന്ന് അലോയാണ് എന്തായിട്ട് പറയുന്നത്? നിക്രോം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഹീറ്റിംഗ് കോയിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിക്രോം യൂസ് ചെയ്യാറുണ്ട്. നമുക്കതൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഓർത്ത് വയ്ക്കാം. ഓൾമോസ്റ്റ് 0.5 മീറ്റർ ലോങ്ങുള്ള ഒരു നിക്രോം വയറാണ് എവിടെ കണക്ട് ചെയ്യുന്നത്? ആ എക്സിനും വൈക്കും ഇടയ്ക്ക് കണക്ട് ചെയ്യുന്നത്. ആ നിക്രോം വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ് അവിടെ ക്യാപിറ്റൽ R എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിക്രോം എന്തായിരുന്നു? നിക്രോം ഇസ് ആൻ അലൈ വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് നിക്കൽ, ക്രോമിയം, മാംഗനീസ് ആൻഡ് അയേൺ. ഓക്കെ അല്ലേ? അപ്പം നിക്രോം എന്ന് പറയുന്ന ആരുടെയൊക്കെ അലയാണ്? നിക്രോം. നിക്കൽ, ക്രോമിയം, മാംഗനീസ്, അയൺ. അപ്പോൾ ഈ 4 മെറ്റൽസിൻ്റെയും ഒരു അലോയാണ് നിക്രോം എന്ന് പറയുന്നത്. അപ്പോൾ 0.5 മീറ്റർ ലെങ്ത് ഉള്ള ഒരു നിക്രോമിനെ നമ്മൾ എവിടെ കണക്ട് ചെയ്യുന്നു? എക്സിനും വൈക്കും ഇടയ്ക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ എങ്ങനെ കണ്ടക്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. ഒരു കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു കീ ഇല്ലേ, ആ കീയുടെ ഫംഗ്ഷൻ എന്താ? ആ സർക്യൂട്ടിനെ ഓപ്പൺ ആക്കുക, ബ്രേക്ക് ആക്കുക. അപ്പോൾ ആദ്യം കീ അങ്ങ് ഓപ്പൺ ആക്കാൻ പോവാണ്. ഈ കീ ആദ്യം അങ്ങ് ഓപ്പൺ ആക്കി. അപ്പോൾ സർക്യൂട്ടിൽ കൂടെ കറണ്ടൊന്നും ഫ്ലോ ചെയ്യുന്നല്ലോ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഈ 1ാമത്തെ സെല്ലിനെ മാത്രം ഈ സർക്യൂട്ടിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1ാമത്തെ സെല്ല് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ സർക്യൂട്ട് ആക്ച്വലി വരിക ഞാൻ ബ്ലാക്ക് കളർ വെച്ചാൽ ഇങ്ങനെ വരിക. അപ്പോൾ സർക്യൂട്ടിനകത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയോ? എഫക്റ്റ് എന്ന് പറയുമ്പം ഇവരൊന്നും സർക്യൂട്ടിലില്ല കണ്ടോ, ഇങ്ങനെ വരിക കേട്ടോ. ആ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സർക്യൂട്ട് ഇങ്ങനെ ഒരു സെല്ല് മാത്രം സർക്യൂട്ടിൽ വരും. ഓക്കെ, അപ്പോൾ 2 സെല്ല് കൊടുത്തു കഴിഞ്ഞാലോ? ഞാൻ നേരത്തെ പറഞ്ഞാണ്, എന്നാൽ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ 2 സെല്ല് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലോ? ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇത്രയും പേർക്ക് എഫക്റ്റ് ഇല്ല. നമുക്കിപ്പോൾ 2 സെല്ല് മാത്രം സർക്യൂട്ടിൽ വന്നില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 4 സെല്ലിനെ 1 by 1 ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താ? 1ാമത്തെ സെല്ലിനെ മാത്രം സർക്യൂട്ടിലേക്ക് അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ കണക്ഷൻ കംപ്ലീറ്റ് ആക്കി. ഇതും കംപ്ലീറ്റ് ആക്കി. കണക്ഷൻ വെച്ചാൽ ബ്ലാക്ക് വരച്ച് കാണിക്കാം. കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ ഒരു സെല്ല് മാത്രമല്ലേ സർക്യൂട്ടിനകത്തുള്ളത്. അപ്പോൾ സർക്യൂട്ട് എഗെയിൻ ഇനി ചെയ്യേണ്ടത് എന്താ? ഈ കീ അങ്ങ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഈ കീ അങ്ങ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സർക്യൂട്ടിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവുമല്ലോ. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ ഈ കറണ്ടിൻ്റെ വാല്യൂ ഈ അമ്മീറ്റർ വെച്ച് റീഡ് ചെയ്യും. എഗെയിൻ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ ഈ വോൾട്ട് മീറ്റർ വെച്ച് റീഡ് ചെയ്യും. അപ്പോൾ ഈ വോൾട്ട് മീറ്റർ റീഡിങ് കൊടുക്കും, ആ അമ്മീറ്റർ റീഡിങ് കൊടുക്കും. വോൾട്ട് മീറ്റർ കാണിക്കുന്ന ആരുടെ വാല്യൂ? പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ ആണ്. അമ്മീറ്റർ കാണിക്കുന്ന ആരുടെ വാല്യൂ? കറണ്ടിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഒരു സെല്ല് മാത്രം സർക്യൂട്ടിലേക്ക് വെച്ചു. അപ്പോൾ എനിക്ക് വിക്കും വൈക്കും ഒരു വാല്യൂ കിട്ടുമല്ലോ. ആ വാല്യൂ വെച്ച് നമ്മൾ ടേബിൾ വരയ്ക്കാൻ പോകണം. ഇപ്പോൾ ഒരു ടേബിളിനകത്ത് ഇങ്ങനെ ടേബിൾ ഉണ്ടാക്കാൻ പോകുന്നു.
ഇവിടെ വിയും ഇവിടെ ഐയും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ ഇവിടെ വിക്ക് ഒരു വാല്യൂ കിട്ടും, ഇവിടെ ഐക്ക് ഒരു വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? വാല്യൂ എത്രയും നമുക്കറിയില്ല, കാരണം എക്സാക്റ്റ് സെല്ലിൻ്റെ വാല്യൂ ഒന്നും തരാത്തതുകൊണ്ട് നമുക്ക് വാല്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കീ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ആക്കുന്നു. എന്നിട്ട് ഇവിടെ 2 സെല്ല് സർക്യൂട്ടിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ കണക്ഷൻ കൊടുക്കുന്നു. ഇപ്പോൾ 2 സെല്ല് സർക്യൂട്ടിനകത്തേക്ക് വന്നു. എഗെയിൻ കീ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. എഗെയിൻ നേരത്തെ ചെയ്തപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ട് മീറ്റർ റീഡിങ് അമ്മീറ്റർ റീഡിങ് എടുക്കുന്നു. അപ്പോൾ ഇവിടെയും വോൾട്ട് മീറ്ററിന് റീഡിങ് കിട്ടും, അമ്മീറ്ററിന് റീഡിങ് കിട്ടും. ഇവിടെയും ഒരു വോൾട്ട് മീറ്റർ റീഡിങ്ങും ഒരു അമ്മീറ്റർ റീഡിങ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഈ കീ നമ്മൾ വീണ്ടും ഓപ്പൺ ആക്കുന്നു. എഗെയിൻ ഈ കണക്ഷൻ മാറ്റുന്നു. എന്നിട്ട് 3 സെല്ലുകളെ സർക്യൂട്ടിനകത്താക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 3 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ കറണ്ട് ഇങ്ങനെയല്ല ഫ്ലോ ചെയ്യുക, ഈ 3 സെല്ലിൽ കൂടിയും കറണ്ട് വരില്ലേ? എഗെയിൻ വീണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് വോൾട്ട് മീറ്റർ റീഡിങ് അമ്മീറ്റർ റീഡിങ് കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഒരു വോൾട്ട് മീറ്റർ റീഡിങ്ങും ഒരു അമ്മീറ്റർ റീഡിങ് കിട്ടും. ഓക്കെ, എഗെയിൻ ഇപ്പോൾ ഒരു സെല്ലൂടെ ബാക്കിയുണ്ട്. അപ്പം ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കീ വീണ്ടും ഓപ്പൺ ആക്കുന്നു. എഗെയിൻ ഇവിടെ ഈ കണക്ഷൻ ഒന്ന് മാറ്റുന്നു. ഈ കണക്ഷൻ മാറ്റി ഈ 4ാമത്തെ സെല്ലും സർക്യൂട്ടിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ സർക്യൂട്ട് കൂടെ കറണ്ട് ഇങ്ങനെയല്ല ഫ്ലോ ചെയ്യുക. എഗെയിൻ കീ വീണ്ടും ക്ലോസ് ചെയ്യുന്നു. വീണ്ടും കറസ്പോണ്ടിങ് ആയി വോൾട്ട് മീറ്റർ റീഡിങ്ങും എഗെയിൻ അമ്മീറ്റർ റീഡിങ്ങും എടുക്കുന്നു. അപ്പോൾ 4 സെറ്റായിട്ട് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു. ഓരോ സെറ്റിലും ഏതെല്ലാം റീഡിങ് എടുത്തിട്ടുണ്ട്, വോൾട്ട് മീറ്റർ റീഡിങ്ങും എടുത്തിട്ടുണ്ട്, എഗെയിൻ അമ്മീറ്റർ റീഡിങ്ങും എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നോക്കൂ, ആ 4 എക്സ്പെരിമെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ട് മീറ്ററിന് 4 റീഡിങ് വന്നിട്ടുണ്ടാവും, കറണ്ടിന് 4 റീഡിങ് വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ ഓരോ കേസിലും V/I റേഷ്യോ കണ്ടുപിടിക്കുന്നു. V/I വാല്യൂ കണ്ടുപിടിക്കുന്നു. എല്ലാത്തിലും V/I വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ എല്ലാ കേസിലും V/I വാല്യൂ സെയിം ആണ്. സപ്പോസ് ഇവിടെ അത് എക്സ് ആണെങ്കിൽ ഇവിടെയും എക്സ് ആണ്, ഇവിടെയും എക്സ് ആണ്, ഇവിടെയും എക്സ് ആണ്. അപ്പോൾ എല്ലാ കേസിലും ആ V/I റേഷ്യോൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ V/I ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ V/I ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വിയും ഐയും കൂടെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫ് ഒറിജിനിലൂടെ പാസ് ചെയ്ത് വരുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. വിയും ഐയും ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ വിയും ഐ നമ്മൾ ചില ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഡിഫറെൻറ്റ് റീഡിങ്സ് കൊടുത്ത് ഗ്രാഫ് വരച്ചപ്പോൾ ആ ഗ്രാഫ് ഇങ്ങനെ വന്നത്. ഇവിടെ കറസ്പോണ്ടിങ് വാല്യൂസൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഗ്രാഫ് വരച്ച് നോക്കിയപ്പോൾ ഈ V/I എന്നുള്ള റേഷ്യോ കോൺസ്റ്റൻ്റ് ആയി. അപ്പോൾ എക്സ് ആക്സിസിൽ കറണ്ടും വൈ ആക്സിൽ വോൾട്ടേജും എടുത്തിട്ട് ഗ്രാഫ് വരച്ചപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുത്ത് ഗ്രാഫ് വരച്ചപ്പോൾ ആ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അങ്ങനെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടണം കഴിഞ്ഞാൽ അതിന് മീനിങ് എന്താ? V പ്രപ്പോർഷണൽ ടു I ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? V പ്രപ്പോർഷണൽ ടു I ആണ്. V പ്രപ്പോർഷണൽ ടു I ആണ്. ഓക്കെ അല്ലേ? ഈ റിലേഷനെ നമ്മൾ ഓംസ് ലോ എന്ന് പറയും. ഓക്കെ അല്ലേ? V പ്രപ്പോർഷണൽ ടു I. ഇനി ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, ജോർജ് സൈമൺ ഓം എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് ആദ്യമായി ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും കാരണം നമ്മൾ റിലേഷൻ ഫോർമുലേറ്റ് ചെയ്ത്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും കാരണം നമ്മൾ റിലേഷൻ എന്നുള്ള കാര്യം ആദ്യം ഫോർമുലേറ്റ് ചെയ്ത് ജോർജ് സൈമൺ ഓം എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. ആ സയൻറ്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോ ആണ് നമ്മൾ ഓംസ് ലോ എന്ന് പറയുമ്പോൾ പറഞ്ഞത്. അപ്പോൾ ഓംസ് ലോ പറയുന്നത് ഇത്രയല്ലോ, വെൻ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് between the ends of a conductor is directly proportional to the current flowing through the conductor. ക്ലിയർ ആണോ? ഇപ്പം എന്താ പറയുന്നത്? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറിൻ്റെ 2 എൻഡ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് എങ്ങനെയായിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പോൾ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ടിൻ്റെ വാല്യൂ കൂടും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ വാല്യൂ കുറയും. ഈ റൂൾ നമ്മൾ ഓംസ് ലോ എന്ന് പറയും. വെൻ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് പറയാം. വെൻ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് when temperature remains constant, the potential difference between the ends of a conductor, and V എന്ന് എഴുതാം,
is proportional to the current flowing through the conductor. V proportional to I. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം വെറുതെ V proportional I എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടില്ല കേട്ടോ. ഓംസിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ V proportional to I. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല, ഈ ഇക്വേഷൻ വാലിഡ് ആണെന്നൊരു നിർബന്ധമില്ല. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ കണ്ടീഷൻ വാലിഡ് ആണ്. V proportional to I. നമ്മൾ ശ്രദ്ധിക്കുക, ഓംസ് ലോ എന്ന് പറഞ്ഞാൽ ഇതൊരു യൂണിവേഴ്സൽ ലോ ഒന്നും അല്ല കേട്ടോ. എന്താ യൂണിവേഴ്സൽ ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒബേ ചെയ്യുന്ന ലോ നമ്മൾ യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത്. ഇത് എല്ലാവരും ഒബേ ചെയ്യുന്ന ലോ ഒന്നുമല്ല, ഇത് ഒബേ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഒബേ കണ്ടക്ടേഴ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടക്ടേഴ്സിനെ പറ്റിയാണ്. കണ്ടക്ടേഴ്സ്, മെറ്റാലിക് കണ്ടക്ടേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, മെറ്റൽസിനെ പറ്റി അല്ലേ. അപ്പോൾ അങ്ങനത്തെ മെറ്റാലിക് കണ്ടക്ടേഴ്സ് എല്ലാം ഓംസിൽ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെൻ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് V proportional to I. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ V is equal to R into I. V is equal to R into I. R എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഒരു ഗിവൺ മെറ്റീരിയലിനെ സംബന്ധിച്ച് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ അത് കോൺസ്റ്റൻ്റ് ആണ്. ഫോർ എ ഗിവൺ കണ്ടക്ടർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ R is a constant. ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു ഗിവൺ കണ്ടക്ടറിനെ സംബന്ധിച്ച് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. എന്താ ഗിവൺ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ? ഇതൊരു കണ്ടക്ടർ, ആ കണ്ടക്ടറിൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും ഏരിയയും തിക്നെസ് ഒന്നും മാറുന്നില്ല, ഇയാൾ ഫിക്സ് ആക്കി എടുത്തു കഴിഞ്ഞു. ഇങ്ങനത്തെ ഒരു ഗിവൺ കണ്ടക്ടറിനെ സംബന്ധിച്ച് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ആ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനർത്ഥം എന്താ? ആ കണ്ടക്ടർ മാറിയാൽ ആറിൻ്റെ വാല്യൂ മാറാനുള്ള ചാൻസ് ഉണ്ട്, ടെമ്പറേച്ചർ മാറിയാലും ആ ആറിൻ്റെ വാല്യൂ മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫോർ എ ഗിവൺ ടെമ്പറേച്ചർ for a given conductor at a given temperature, this R is a constant, and that R is called resistance of the conductor. ആറിനെ പറയുന്ന പേരെന്താ? റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ അല്ലേ? ദെൻ ഹൗ ക്യാൻ യു ഡിഫൈൻ റെസിസ്റ്റൻസ്? ഇനി എന്താ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് റെസിസ്റ്റ് ഓർ ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ചാർജ് ത്രൂ ഇറ്റ്. ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിനകത്തൂടെ ഫ്ലോ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന് ആ മെറ്റീരിയലിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജിനെ ഒപ്പോസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ആ ചാർജിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും, റെസിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ആ ടെൻഡൻസി പറയുന്ന പേരെന്താ? റെസിസ്റ്റൻസ് എന്ന് പറയും. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് റെസിസ്റ്റ് ഓർ ഒപ്പോസ് ദി ഫ്ലോ ഓഫ് ചാർജ് ത്രൂ ഇറ്റ്. ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് കാൾഡ് റെസിസ്റ്റൻസ്. ആൻഡ് റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ ഓം. റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് ഓം ആണ് കേട്ടോ. റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് ഓം ആണ്. SI യൂണിറ്റ് ഓം. സിമ്പിൾ ഇങ്ങനെ കേട്ടോ, ഓം. ഇത് ഗ്രീക്ക് ആൽഫബറ്റാണ്. ഗ്രീക്ക് ആൽഫബറ്റിൽ ഒമേഗ എന്നുള്ള ലെറ്ററാണ്. അപ്പോൾ നമ്മൾ ഓമിലാണ് എന്ത് മെഷർ ചെയ്യുന്നത്? റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ? ഇനി ഇവിടെ ഇക്വേഷൻ നോക്കൂ. V is equal to R into I. ഞാനൊന്ന് മോഡിഫൈ ചെയ്യാൻ പോവാണ് ഇക്വേഷൻ. V is equal to I into R എന്ന് എഴുതണം. ഓംസിനാണ് കേട്ടോ. V equal to I into R. V I R നോക്കൂ. V equal to I into R, I equal to V by R, R equal to V by I. മാറിപ്പോരുത് കേട്ടോ. കാരണം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, കറണ്ട് കണ്ടുപിടിക്കാൻ ചോദിക്കാം, എഗൈൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V കണ്ടുപിടിക്കാൻ ചോദിക്കാം. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. V I R എന്ന് കഴിഞ്ഞാൽ V equal to I into R, I is equal to V by R, R equal to V divided by I. ഇക്വേഷൻസ് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഒരു മെറ്റീരിയൽ ഒരു ഫ്ലോ ചെയ്യുന്ന കണ്ടക്ടറിനോട് ഒപ്പോസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ മെറ്റീരിയലിന് നമുക്കൊരു കണ്ടക്ടർ എന്ന് പറയാൻ പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ. ഇനി ഇപ്പോൾ ഇവിടെ V is equal to I into R എന്നുള്ള ഇക്വേഷൻ എഴുതിയത്.
അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ എന്ന് എഴുതാലോ. ഐ ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ. ഈ വി ഒരു കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാലോ, ഈ വി ഒരു കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഐ പ്രപ്പോർഷണൽ ടു 1/r എന്ന് പറയാൻ പറ്റും. ഐ പ്രപ്പോർഷണൽ ടു 1/r എപ്പോഴാ? വെൻ വി ഈസ് കോൺസ്റ്റൻറ്റ്. വെൻ വി ഈസ് കോൺസ്റ്റൻറ്റ്. വി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. അപ്പോൾ ഒരു സെല്ല് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ല് ആ സർക്യൂട്ടിൽ നിന്ന് മാറ്റുന്നില്ല, അപ്പോൾ അടുത്ത് വി കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഐ പ്രപ്പോർഷൻ 1/r അല്ലേ. അതിനർത്ഥം പിന്നെ കറണ്ടിൻ്റെ വാല്യൂ കൂട്ടണമെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയ്ക്കേണ്ടി വരും. കറണ്ട് ഡബിൾ ആക്കണമെങ്കിൽ റെസിസ്റ്റൻസ് ഹാഫ് ആക്കേണ്ടി വരും. ശരിയല്ലേ? കറണ്ട് ഹാഫ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ഡബിൾ ആക്കേണ്ടി വരും. അപ്പോൾ വി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഐ പ്രപ്പോർഷൻ 1/r. വി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് കറണ്ട് വേരി ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറ്റിയാൽ പോരെ. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് കറണ്ട് വേരി ചെയ്യിക്കണമെങ്കിൽ ആരുടെ വാല്യൂ മാറ്റിയാൽ മതി? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറ്റിയാൽ മതി. അപ്പോൾ ഒരു സർക്യൂട്ടിനകത്ത് അവിടുത്തെ സോഴ്സിനെ മാറ്റാതെ, സോഴ്സ് ഓഫ് EMFന് സെല്ലിനെ മാറ്റാതെ അവിടുത്തെ കറണ്ടിൻ്റെ മാത്രം വാല്യൂ മാറ്റണമെങ്കിൽ ആർക്ക് ചേഞ്ച് വരുത്തിയാൽ മതി? റെസിസ്റ്റൻസിന് ചേഞ്ച് വരുത്തിയാൽ മതി. നമ്മൾ അങ്ങനെയുള്ള റെസിസ്റ്റേഴ്സിന് വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഒരു സർക്യൂട്ടിനകത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ മാറ്റാതെ കറണ്ടിൻ്റെ വാല്യൂ മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആര് യൂസ് ചെയ്യുന്നത്? വേരിയബിൾ റെസിസ്റ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. സാധാരണ ലാബിനകത്ത് നമ്മൾ റിയോസ്റ്റാറ്റ് യൂസ് ചെയ്യാറുണ്ട് ആസ് എ വേരിയബിൾ റെസിസ്റ്റർ. ഇത് രണ്ടും എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. അതിൻ്റെ സിമ്പിൾ നമ്മൾ പറഞ്ഞാണ്. ഏ സിമ്പിൾ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു സർക്യൂട്ടിനകത്ത് എന്ത് ചെയ്യണം? സോഴ്സിനെ മാറ്റാതെ, വോൾട്ടേജ് മാറ്റാതെ കറണ്ടിൻ്റെ വാല്യൂ മാത്രം മാറ്റണമെങ്കിൽ നമ്മൾ വേരിയബിൾ റെസിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുക. സോ വേരിയബിൾ റെസിസ്റ്റർ ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു ചേഞ്ച് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ വിത്തൗട്ട് ചേഞ്ചിങ് ദി സോഴ്സ് ഓർ വിത്തൗട്ട് ചേഞ്ചിങ് ദി സെല്ല് മാറ്റാതെ. ഇൻ അവർ സർക്യൂട്ട് വി ആർ യൂസിങ് റിയോസ്റ്റാറ്റ് ഫോർ ദിസ് പർപ്പസ്. നമ്മുടെ സർക്യൂട്ട് സാധാരണ ഈ പർപ്പസിന് വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യാറുണ്ട്? റിയോസ്റ്റാറ്റുകളെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ വരയ്ക്കുന്ന സർക്യൂട്ടുകളിൽ റിയോസ്റ്റാറ്റാണ് നമ്മൾ ഈ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ റിയോസ്റ്റാറ്റും എന്ത് തന്നെയാണ്? റിയോസ്റ്റാറ്റും ഒരു വേരിയബിൾ റെസിസ്റ്റർ തന്നെ കേട്ടോ. റിയോസ്റ്റാറ്റിൻ്റെ ഫിഗറും സിമ്പിളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. റിയോസ്റ്റാറ്റ് റിയോസ്റ്റാറ്റും ഒരു വേരിയബിൾ റെസിസ്റ്റർ തന്നെയാണ്. ഇപ്പോൾ സോഴ്സിന് മാറ്റം വരുത്താതെ എഗെയിൻ കറണ്ടിന് മാത്രം മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും? ഇങ്ങനത്തെ റിയോസ്റ്റാറ്റുകൾ നമ്മളവിടെ യൂസ് ചെയ്യാറുണ്ട്, ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? ഇനി എല്ലാ മെറ്റീരിയൽസും ഈ റെസിസ്റ്റൻസിന് അല്ലെങ്കിൽ ഈ കറണ്ടിൻ്റെ ഫ്ലോയെ ഒരേപോലെയാണ് ഒപ്പോസ് ചെയ്യുക? ഒരേപോലെ ആണ് നിർബന്ധമൊന്നുമില്ല അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞെന്താ? ഫോർ എ ഗിവൺ കണ്ടക്ടർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ആർ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞത്. ഒരു ഗിവൺ കണ്ടക്ടറിനെ സംബന്ധിച്ച് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിന് മീനിങ് എന്താ? കണ്ടക്ടർ മാറ്റാൻ പറ്റില്ല, ടെമ്പറേച്ചർ മാറ്റാൻ പറ്റില്ല, അങ്ങനെ റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കണ്ടക്ടർ മാറ്റി വേറെ കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാലോ റെസിസ്റ്റൻസ് മാറ്റം വരാം. ഇനി കണ്ടക്ടർ മാറ്റാതെ ടെമ്പറേച്ചർ മാറ്റിയാലോ റെസിസ്റ്റൻസിന് മാറ്റം വരാം. അപ്പോൾ ടെമ്പറേച്ചർ മാറിയ റെസിസ്റ്റൻസിന് മാറ്റം വരാം, എഗെയിൻ കണ്ടക്ടറിനെ മാറ്റിയ റെസിസ്റ്റൻസിന് മാറ്റം വരാം. അങ്ങനെയൊന്നും അല്ലാതെ ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഒരു ഗിവൺ കണ്ടക്ടറിന് എടുത്തു കഴിഞ്ഞാൽ ഇനി കണ്ടക്ടറിന് മാറില്ല, എടുത്ത് ഈ കണ്ടക്ടറിന് ഒരു ചേഞ്ചും വരില്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് അയാളെ സംബന്ധിച്ചൊരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രണ്ടും മാറിയാൽ റെസിസ്റ്റൻസിന് ചേഞ്ച് വരില്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് ആ കണ്ടക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എഗെയിൻ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും മാറിക്കഴിഞ്ഞാൽ ആർക്ക് ചേഞ്ച് വരും? റെസിസ്റ്റൻസിന് ചേഞ്ച് വരും. ഓക്കെ അല്ലേ? ഓക്കെ. നമുക്കിനി ഒരു മെറ്റീരിയൽ മാറുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചറൊക്കെ മാറുമ്പോൾ എങ്ങനെയാണ് റെസിസ്റ്റൻസ് വേരി എന്നുള്ള കാര്യമൊക്കെ നോക്കാറുണ്ട്. ജനറലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു മെറ്റാലിക് കണ്ടക്ടറിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടും. ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് കറണ്ട് എന്ന് പഠിച്ചു, എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പഠിച്ചു, എഗെയിൻ കറണ്ട് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതുമായി റിലേറ്റ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടി. ആ റിലേഷൻ നമ്മൾ ഓംസ് ലോ എന്ന് പറഞ്ഞു അല്ലേ? V = I × R. എന്തായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ
പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ. അത് ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് എങ്ങനെയായിരുന്നു? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് വായിച്ചിട്ട് വരും കേട്ടോ. നമ്മളിപ്പോൾ 2 ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഓരോ ദിവസവും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. ഫോളോ അപ്പ് ചെയ്യാം. ടെക്സ്റ്റൊക്കെ നന്നായിട്ട് വായിക്കുക കേട്ടോ. ഓക്കെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.